നോക്കണം മക്കളെ. ഇന്നലെ നമ്മള് പറഞ്ഞെന്തായിരുന്നു, ഈ പാഠത്തിൽ എന്തൊക്കെ നോക്കി നമ്മൾ? റിയാക്ഷന്റെ റേറ്റ് ഒക്കെയാണ് നോക്കണ്ടായിരുന്നു അല്ലെ? മാത്സ് ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല അല്ലെ ഇന്നലെ? സാറല്ലേ, ഒരു പോട്ടെ. മോളിക്കുലാരിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ നമ്മള്? ഇന്നലെ വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഇന്നലെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഓർഡർ എന്താന്ന് പറഞ്ഞു അല്ലെ? ഓർഡർ എന്താ? സം ഓഫ് ദ പവേഴ്സ് ടു വിച്ച് ദ കോൺസെൻട്രേഷൻ terms of the reactants are raised in the rate law. എന്ത് ടൈപ്പ് വാല്യൂ ആണ്? എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. ഏതൊക്കെ വാല്യൂസ് പറ്റും? ബോൾ നമ്പർ പറ്റും, ഫ്രാക്ഷൻ പറ്റും, ഈവൻ നെഗറ്റീവ് വാല്യൂ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓർഡറിന് വരാം. പിന്നെ ഓർഡർ എന്തിനെ കുറിച്ചൊരു ഐഡിയ തരും? മെക്കാനിസത്തെ കുറിച്ചൊരു ഐഡിയ തരും അല്ലേ? പിന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നല്ലോ, അത്രയും കേട്ടോ, 4 പോയിന്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. ജനറൽ ഇക്വേഷൻ എന്താ? റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കാണാൻ മോൾ റേസ് ടു 1 മൈനസ് n, ലിറ്റർ റേസ് ടു n മൈനസ് 1, സെക്കൻഡ് റേസ് ടു മൈനസ് 1. ഓക്കെ, അതിനുശേഷം നമ്മൾ സംസാരിച്ചത് എന്താണ്? മോളിക്കുലാരിറ്റിയെ കുറിച്ച് സംസാരിച്ചു അല്ലേ? അപ്പൊ ഓർഡർ നമ്മൾ പറഞ്ഞു, സം ഓഫ് ദ പവേഴ്സ് റേസ്ഡ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. മോളിക്കുലാരിറ്റി എന്തായിരുന്നു? മോളിക്കുലാരിറ്റി നമ്മൾ എഴുതിയോ? അത് എഴുതി. മോളിക്കുലാരിറ്റി എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ അയോൺസ് ഓർ ആറ്റംസ് അല്ലെ? എന്താണ്? കൊളൈഡ് simultaneously to take place the chemical reaction. ആ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ തിയററ്റിക്കലി അവിടെ ഒരുമിച്ച് കൂട്ടിയിടിക്കേണ്ട തന്മാത്രകളുടെ എണ്ണം അല്ലെങ്കിൽ ആറ്റംസിന്റെ എണ്ണം അല്ലെങ്കിൽ അയോൺസിന്റെ എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മോളിക്കുലാരിറ്റി. അപ്പൊ സ്വാഭാവികമായിട്ട് അത് 0 ആവാൻ പറ്റുമോ? 0 ആവാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്? ഓൾവേസ് ബോൾ നമ്പർ ഹാഫ് ആവാൻ പറ്റുമോ? അര മോളിക്യൂൾ വന്ന് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടോ? അല്ലെങ്കിൽ അര ഓക്സിജൻ ആറ്റം ഉണ്ടോ? ഇല്ല. ഒന്നല്ലെങ്കിൽ 2 എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ എന്താ? അത് ഹോൾ നമ്പർ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു അല്ലേ നമ്മള്. പിന്നെ എന്താ? അത് 0 ആവാൻ പറ്റില്ല, ഫ്രാക്ഷൻ ആവാൻ പറ്റില്ല. അത് എവിടുന്ന് എഴുതാം? നമുക്ക് എവിടുന്ന് എഴുതാം? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷന്റെ സ്റ്റോഷിയോമെട്രി റേഷ്യോ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് എഴുതാവുന്നതേ ഉള്ളൂ അല്ലെ? അപ്പൊ 1-2 ഉദാഹരണങ്ങൾ, 1-2 റിയാക്ഷൻസ് ബുക്കിലുള്ളത് കൊടുക്കാം നമുക്ക്. O3 become ഓസോൺ. ഓസോൺ എന്തായിട്ട് മാറുന്നു? O2 plus O. ഇതിന്റെ മോളിക്കുലാരിറ്റി എത്രയായിരിക്കും? ഈ ഇക്വേഷൻ നോക്കിയിട്ട് പറഞ്ഞു. ഇതിന്റെ റിയാക്ടിംഗ് സൈഡിൽ ആകെ എത്ര മോളിക്യൂളെ കാണാറുള്ളൂ നിങ്ങൾക്ക്? ഒരു മോളിക്യൂൾ അല്ലേ കാണാറുള്ളൂ. അപ്പൊ എത്ര മോളിക്യൂൾ മതി അവിടെ? ഒരു മോളിക്യൂൾ മതി. എത്ര മോളിക്യൂൾ മതി? ഒരു മോളിക്യൂൾ മതി. ഒരു അസംഷനാണ്. അപ്പൊ അവിടെ മോളിക്കുലാരിറ്റി ചോദിച്ചാൽ എത്രയാണ്? 1. അതിനെന്ന് പറയാം യൂണിമോളിക്കുലാർ. എന്നു പറയാം യൂണിമോളിക്കുലാർ. അപ്പൊ 2 ആവുകയാണെങ്കിൽ എന്ന് പറയാം ബൈമോളിക്കുലാർ. ശ്രദ്ധിക്കുക, 2HI become എന്താണ്? H2 plus I2. കൂടെ എഴുതിയിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? ബൈമോളിക്കുലാർ അല്ലെ? ഇവിടെ മോളിക്കുലാരിറ്റി എത്രയാണ് വരിക? മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 2 ആണ്. എത്ര HI മോളിക്യൂൾ ആണ് ഇവിടെ പറയുന്നത്? 2 ഹൈഡ്രജൻ അയഡൈഡ് മോളിക്യൂൾ എന്ത് ചെയ്യണം? കൂട്ടിയിടിക്കണം അല്ലെ? എന്താണ്? 2 ഹൈഡ്രജൻ അയഡൈഡ് മോളിക്യൂളോട് എന്ത് ചെയ്യണം? ഒരുമിച്ച് കൊളൈഡ് ചെയ്താലാണ് അവിടെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ? അപ്പൊ അവിടെ മോളിക്കുലാരിറ്റി എത്രയാണ്? 2. ഓക്കെ, അടുത്തത് ഇതിലൂടെ പറഞ്ഞപ്പോ 2NO plus O2 become എന്താണ്? 2NO plus O2 become 2NO2. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ വേണം നമ്മൾ നോക്കാം കേട്ടോ. അപ്പൊ മോളിക്കുലാരിറ്റി എന്താ വരിക? മോളിക്കുലാരിറ്റി ഈക്വൽ ടു എത്ര വരും? പറയടാ. 3 എണ്ണം അല്ലെ? 2 നൈട്രജൻ ഓക്സൈഡും പിന്നെ നൈട്രിക് ഓക്സൈഡും ഒരു ഓക്സിജൻ മോളിക്യൂളും. അപ്പൊ മോളിക്കുലാരിറ്റി എത്രയാണ് വരിക? 3. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന 2 ചെറിയ കൺസെപ്റ്റുകളാണ് എലമെന്ററി റിയാക്ഷൻസും അതുപോലെ എന്താണ് കോംപ്ലക്സ് റിയാക്ഷൻസും. ആദ്യം നമുക്ക് എലമെന്ററി റിയാക്ഷൻസ് എന്താണെന്നുള്ളത് നോക്കാം. എലമെന്ററി റിയാക്ഷൻസ്. എലിമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞ സമയം വയ്യനീന്ന് നോക്കട്ട് എന്തോ വയ്യേ ഉറങ്ങിപ്പോയെന്നാ? നിന്റെ അമ്മ എന്നെ ഇറങ്ങി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് നീ ഉറങ്ങിപ്പോയാ? ഒരു 10 മിനിറ്റ് നിൽക്ക്, അല്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ചെയ്യണ അനീതിയാവില്ലേ? അടുത്ത ആള് അവിടെ നിന്ന് കയറി നിൽക്കടാതെ. അപ്പൊ അവിടെ നിന്നൂടെ നിനക്ക്? അവിടേക്ക് കയറി നിന്നൂടെ? ബസ് എന്നിട്ട് നിർത്തണ്ടേ? ഇങ്ങോട്ട് പോയി ഓരോരോ പരിപാടി. ഒരു 10 മിനിറ്റ് നിൽക്ക്, അല്ലാണ്ട് അതിന് ശരിയാവുക. എല്ലാ ദിവസവും ലേറ്റ് ആണല്ലോ സാർ. എവിടേക്ക് പോയി? അമ്പലത്തിനോടേക്ക് പോയാ? വണ്ടി ലിമിറ്റഡിലെ കയറിയാ? പിന്നെന്താ ഇവിടെ നിർത്തേണ്ടത്? ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് എലിമെന്ററി റിയാക്ഷൻസ്? ശ്രദ്ധിക്കുക. എലിമെന്ററി റിയാക്ഷൻസ്.
എലമെന്ററി റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വാട്ടറിന്റെ കേസ് എല്ലായിരിക്കും. വാട്ടറിന്റെ കേസിൽ നമ്മൾ കണ്ട എന്താ, 2 ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജൻ മോളിക്യൂൾ അത് അറ്റ് എ ടൈം എന്ത് ചെയ്യാണ്, കൊളൈഡ് ചെയ്യുന്നു. എന്ത് നടക്കുന്നു, റിയാക്ഷൻ നടക്കുന്നു. അവിടെ അപ്പോ ആ റിയാക്ഷൻ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്? ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് ഒരൊറ്റ സ്റ്റെപ്പിലാണ്. 3 മോളിക്യൂളും വരുന്നു. 3 മോളിക്യൂളും ഒരുമിച്ച് വന്ന് എന്ത് ചെയ്യുന്നു, കൂട്ടി അങ്ങോട്ട് ഇടിക്കുന്നു. 3 മോളിക്യൂളും വരുന്നു, 3 വന്ന് എന്ത് ചെയ്യുന്നു, കൂട്ടിയിടിക്കുന്നു. അത് എത്ര സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്? ഒരൊറ്റ സ്റ്റെപ്പിൽ സംഭവിക്കുന്ന റിയാക്ഷൻ ആണെന്ന് കരുതുക. 3ഉം കൂടെ ഒരുമിച്ച് വന്ന് എന്തായിട്ട് മാറുന്ന അവസ്ഥ, പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന അവസ്ഥ. കുഴപ്പമില്ലല്ലോ. അപ്പൊ അവിടെ എത്ര സ്റ്റെപ്സ് ഉണ്ട് ആ റിയാക്ഷനിൽ? ആകെ ഒരൊറ്റ സ്റ്റെപ്പേ ഉള്ളൂ. എത്ര സ്റ്റെപ്പേ ഉള്ളൂ? ഒരൊറ്റ സ്റ്റെപ്പേ ഉള്ളൂ. അപ്പോ മോളിക്കുലാരിറ്റിയിൽ പറയുന്ന നമ്പർ എത്രയാണോ ആ നമ്പർ ഓഫ് മോളിക്യൂൾസ് മുഴുവനും ഇന്ന സിംഗിൾ സ്റ്റെപ്പിൽ കൊളൈഡ് ചെയ്ത് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എലമെന്ററി റിയാക്ഷൻസ്. എന്താണ് എലമെന്ററി റിയാക്ഷൻസ്? അപ്പോ മറ്റു പല റിയാക്ഷൻസ് എന്തായിരിക്കും? ചില റിയാക്ഷൻസ് എന്താണ്, ഒരൊറ്റ സ്റ്റെപ്പില് നടക്കണമെന്ന് ഇല്ല. അതെങ്ങനെയായിരിക്കും നടക്കുക? പല പല സ്റ്റെപ്പുകളായിട്ടായിരിക്കും നടക്കുക. അപ്പൊ അങ്ങനത്തെ റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? കോംപ്ലക്സ് റിയാക്ഷൻസ്. എന്താണ്? കോംപ്ലക്സ് റിയാക്ഷൻസ്. അപ്പൊ കോംപ്ലക്സ് റിയാക്ഷൻസും അതുപോലെ എന്താണ് എലമെന്ററി റിയാക്ഷൻസും. അതിന് 2 വാക്കാണ് മെയിൻ ആയിട്ടുള്ളത്. എലമെന്ററിയില് എന്താ സിംഗിൾ എന്തായിരിക്കും? സിംഗിൾ എത്ര സ്റ്റെപ്പാ? എലമെന്ററിയിൽ എത്ര സ്റ്റെപ്പാ? ഒരു സ്റ്റെപ്പ്. അപ്പൊ എന്താ സിംഗിൾ സ്റ്റെപ്പ്. കോംപ്ലക്സിൽ എന്താ സിംഗിൾ ആണോ? മൾട്ടിപ്പിൾ അല്ലെങ്കിൽ എന്താണ് സെവറൽ സ്റ്റെപ്പ്. എന്താണ് സെവറൽ സ്റ്റെപ്പ്? കുറെ സ്റ്റെപ്സ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ പറയുന്ന എന്താണ് കോംപ്ലക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസിലുള്ള മോളിക്യൂൾസ് ഒരൊറ്റ സ്റ്റെപ്പിൽ കൂട്ടിയിടിച്ച് നടക്കുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എലമെന്ററി റിയാക്ഷൻസ്. അല്ല പല പല ഘട്ടങ്ങളിലൂടെയാണ് ആ റിയാക്ഷൻ കടന്നു പോകുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കോംപ്ലക്സ് റിയാക്ഷൻസ്. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ പറയാം? ഇഫ് ഓൾ ദ മോളിക്യൂൾസ് ഓഫ് ദ റിയാക്ടന്റ് പ്രസന്റ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ടേക്ക് പാർട്ട് സൈമൾട്ടേനിയസ്ലി ഇൻ ദ കൊളീഷൻ ആൻഡ് ദ റിയാക്ഷൻ ഈസ് നോൺ ആസ് എന്താണ്, എന്ത് റിയാക്ഷനാ? എലമെന്ററി റിയാക്ഷൻ. ജസ്റ്റ് ഇൻ എത്ര സ്റ്റെപ്പാ? ജസ്റ്റ് ഇൻ 1 സ്റ്റെപ്പ്. അപ്പൊ ഇത് ഡെഫിനിഷൻ വേണമെങ്കിൽ എഴുതാം. ഇത് സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണമെങ്കിൽ എന്താ അത്രയും മതി. അങ്ങനെ പരീക്ഷയ്ക്ക് വേറെ അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇത് പോകേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഇത്ര മതി നോട്ട് അല്ലെ, വലിയ ഡെഫിനിഷൻ ആക്കിയിട്ട് കാര്യമില്ല. എന്താ ടേക്ക് പ്ലേസ് ഇൻ എന്താ സിംഗിൾ സ്റ്റെപ്പ്. ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പറയണ എലമെന്ററി റിയാക്ഷൻസ്. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസ്. ഓക്കെ. അപ്പൊ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള മോളിക്യൂൾസ് എത്ര കൊളീഷനാ? ഒരൊറ്റ കൊളീഷൻ. എത്ര കൊളീഷനാ? ഒരൊറ്റ കൊളീഷനിൽ നടക്കുന്ന സംഗതിയാണ് എന്ത്, എലമെന്ററി റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഹെഡിങ് കൊടുക്കുക, ഇത് മതി, ഇത് 2 മതി. അല്ലെങ്കിൽ പിന്നെ വലിച്ചു വാരി എഴുതണം. എങ്ങനെ? ഇഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ റിയാക്ടന്റ് പ്രസന്റ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ഇൻ ജസ്റ്റ് 1 സ്റ്റെപ്പ് സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് എന്താ, എലമെന്ററി റിയാക്ഷൻ. ഇതിന്റെ ആവശ്യമില്ല. അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതി പഠിക്കുന്ന കാര്യം ഐഡിയ മനസ്സിലായാൽ മതി. ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്. അവസാനിക്കുമ്പോൾ അങ്ങനെ ആവുന്നത്. ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എലമെന്ററി റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ചെറിയ മോളിക്കുലാരിറ്റി ആകുമ്പോൾ നമുക്കത് വലിയ കുഴപ്പമില്ല അല്ലെ, ഒറ്റ സ്റ്റെപ്പിൽ നടന്നോളൂ. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ എഴുതിയിട്ടുള്ള റിയാക്ഷൻസ് ഓർമ്മയുണ്ടാവും അല്ലെ. മറ്റേ ഓക്സിഡേഷന്റെ ഒക്കെ സംഗതികൾ ചെയ്യുന്ന സമയത്തുള്ള റിയാക്ഷൻസ് ഒക്കെ ഓർമ്മയുണ്ടാവും. കുറെ 16 H+ ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലെ നമ്മളൊരു സൈഡിൽ, അല്ലെങ്കിൽ 8 H+ ഒക്കെ ഇട്ട് കൊടുത്ത് ഓർമ്മയുണ്ടാവും. അങ്ങനത്തെ റിയാക്ഷൻസ് വരുമ്പോഴാണ് അവിടെ കോംപ്ലക്സ് എന്നുള്ളൊരു ഐഡിയ വരുന്നത്. ഓക്കെ. നോക്കാം. 2MnO4 മൈനസ് ചെറിയൊരു ഇക്വേഷൻ എഴുതൊന്നും വേണ്ട. 2MnO4 മൈനസ് പ്ലസ് 5C2O4 2 മൈനസ് പ്ലസ് 16H+ അങ്ങനെ പോകുന്നു. അത് എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ഇതിന്റെ മോളിക്കുലാരിറ്റി ഒന്ന് പറഞ്ഞു നിങ്ങൾ. ഇതിന്റെ മോളിക്കുലാരിറ്റി എത്രയാ? പറയേ മോളിക്കുലാരിറ്റി എത്രയാ? കൺസെപ്റ്റുകൾ ക്ലിയർ ആവട്ടെ, പെട്ടെന്ന് പറയേ. മോളിക്കുലാരിറ്റി എത്രയാ? 26. 26 24 18 5 അല്ലേ? 23. എത്രയും മോളിക്കുലാരിറ്റി മനസ്സിലായ? മോളിക്കുലാരിറ്റി എങ്ങനെയാ നോക്കണേന്ന് സ്റ്റോഷിയോമെട്രി ആഡ് ചെയ്യുക. ക്ലാസ് കണ്ടിരുന്ന 2 ക്ലാസ് കണ്ടു കാണാണ്ട് ബാക്കി കണ്ട. ഇപ്പൊ അവിടെ എന്തെങ്കിലും ക്ലാസ് കണ്ടുണ്ട് കണ്ടു തീർക്കണം കേട്ടോ. തുടങ്ങിയവരൊന്നും എണീറ്റുന്നത്, ഇന്നലെ ഇല്ലാത്തവരൊന്നും എണീറ്റുന്നത്. സജ്ജായിരുന്നോ? അലീന ഷാജി ഒന്നും പറഞ്ഞില്ലല്ലോ.
എന്താ പണിക്ക് പൈസ ഇവര് കൊടുത്ത് ഇന്ന് വോയിസ് ഇടണോട്ടോ പോയിട്ട്. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നോ? ഇന്നലെ കുറെ പേര് ആബ്സെന്റ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 6 പേരെങ്ങട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നല്ലേ? ഇന്നായിരിക്കും ലീമ വന്നിട്ടില്ലേ അല്ലേ? ലീമ എങ്ങടെ പോയേക്കണേ? ഹൈദരാബാദ്. ഊട്ടിക്ക് പോയേ? ഹൈദരാബാദ് അല്ലേ? ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ട് യുദ്ധംകാരൻ ഊട്ടി അയക്കുക. ക്യാൻസലായി. ശരി, ഊട്ടിക്ക് പോയിക്കണേ. ഊട്ടിയിൽ തിരക്കുണ്ടാവണോ? ഭയങ്കര തിരക്കാ. അതേ പോയിട്ടായിരുന്നു അല്ലേ? ഞങ്ങള് ഈ വീക്കില് പോവാന്ന് വെച്ചിട്ടുണ്ടെ. ഊട്ടത്തിലത്തെ തിരക്കുണ്ടാ? ബ്ലോക്ക് ഉണ്ടാ? എങ്ങടെ പൈൻ ഫോറസ്റ്റ് അടിക്കാൻ പറ്റില്ല. അത് പിന്നെ ഇതിന് പോണം. ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് പോണം. മറ്റേ നാട് കാണിക്ക് ഇറങ്ങി പോകേണ്ടി വരും അല്ലേ? അങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. 1 way ഒക്കെ ഉണ്ടാവും അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്നെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയില്ലേ? അത് ശരി. അല്ല, നമ്മുടെ കാറ് വിടില്ലേ? പ്രൈവറ്റ് വണ്ടി വിടില്ലേ? മറ്റേ നമ്മുടെ ട്രാവലർ ബസ് വിടില്ലാന്നല്ലോ. നമ്മുടെ വണ്ടി വിടില്ലേ? കാറുകൾ പോകില്ലേ? കുഴപ്പമില്ല. തിരക്കുണ്ടല്ലേ? ഞാൻ പറഞ്ഞു വീട്ടുകാരടുത്ത്. തണവുണ്ട്. അങ്ങോട്ടൊക്കെ പിടിക്കാം. അങ്ങോട്ടൊക്കെ പിടിക്കാം. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പല സ്ഥലങ്ങളും നോക്കി. വണ്ടി ഉണ്ടല്ലോ, ചിക്കമംഗളൂര് പോവാന്ന് കരുതണേ. എനിക്ക് ആഗ്രഹം അങ്ങോട്ട് പോവാനാ. ഓടി എന്താ സമയം എടുക്കും. പക്ഷെ അവർക്ക് അപ്പൊ തിങ്കളാഴ്ച തന്നെ വേറെ പരിപാടി ഉണ്ട്. അപ്പൊ 2 ദിവസമല്ലേ ഉള്ളൂ. ക്ലാസ് മുടക്കണ്ടെന്ന് വെച്ചു. അത് കാരണം ശരി, രാത്രി പോവാൻ സിംഗിൾ സ്റ്റെപ്പ്. പിന്നെ മോളിക്കുലാരിറ്റി എത്രയാ? 20. പറയടാ മക്കളെ, മോളിക്കുലാരിറ്റി എത്രയാ? 23 ആണ് വരുന്നത് അല്ലെ? മോളിക്കുലാരിറ്റി ശ്രദ്ധിക്കും. 23 ആണ്. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കേസില് മോളിക്കുലാരിറ്റിക്ക് വലിയ പ്രാധാന്യം ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 23 മോളിക്യൂളും ഒരുമിച്ച് വന്ന് ഇടിച്ചിട്ടാണ് ഈ റിയാക്ഷൻ നടക്കണേ എന്ന് കരുതുക നിങ്ങൾ. ഈ 23 മോളിക്യൂൾസ് എന്താ കൊളൈഡ് സൈമൾട്ടേനിയസ്ലി. ക്ലിയർ? 23 മോളിക്യൂളും ഒരുമിച്ച് വന്ന് കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കോ കുറവായിരിക്കോ ഒന്ന് ആലോചിക്കുക. 23 പേര് ഒരുമിച്ച് വന്നിട്ട് വേണം അവിടെ ഒരേ പോയിന്റിൽ എത്തിയിട്ട് വേണം കൊളീഷൻ നടക്കാനും റിയാക്ഷൻ മുന്നോട്ട് പോകാനും. സാധ്യത കൂടുതലാ കുറവാ? മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ചെറിയ കേസുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാ കുറവല്ലേ? നമ്മളൊരു പരിപാടി, നമ്മൾ ടൂർ പോകാൻ തീരുമാനിച്ചു. 2 പേരാണുള്ളത്. ഞാനും ജസ്മിനാണുള്ളത് എന്ന് കരുതുക. ഞങ്ങള് ടൂർ പോകാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ എല്ലാവരും കൊണ്ട് ഞാൻ ടൂർ പോകാൻ തീരുമാനിക്കുന്നു. ഏത് ടൂർ നടക്കാനാണ് സാധ്യത? ഞങ്ങള് പോണ ടൂർ നടക്കാനാണ് സാധ്യത. കാരണം 23 പേരെ ഒറ്റ ടൈം കൊണ്ടുവരിക എന്നുള്ള എന്താണ് എളുപ്പമല്ല. ശരിയല്ലേ? അപ്പൊ അവിടെ പ്രോബബിലിറ്റി വളരെയധികം കുറവാ. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മുടെ ഒരു ഐഡിയ എന്താണ്? നമ്മുടെ ഒരു ഐഡിയ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ടന്റ് മോളിക്യൂൾസ് എല്ലാവരും എന്ത് ചെയ്യണം? ഒരുമിച്ച് വന്ന് കൊളൈഡ് ചെയ്യണം അല്ലേ? എല്ലാവരും വന്ന് കൊളൈഡ് ചെയ്യണം. അവിടെ നോക്കിടക്കെ എല്ലാവരും വന്ന് കൊളൈഡ് ചെയ്യണം എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഒരു ഐഡിയ. അപ്പൊ 23 പേര് വന്ന് കൊളൈഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താ? അതുകൊണ്ട് പറഞ്ഞു കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ നടക്കാൻ പാടും, അല്ലെങ്കിൽ ഭയങ്കര വേഗത്തിൽ നടക്കാൻ പാടും, നല്ല ഈൽഡ് ഉണ്ടാവാൻ പാടും? ഇല്ല. ഈൽഡ് ഉണ്ടാവാൻ വെച്ചാൽ പ്രൊഡക്റ്റ് കിട്ടാൻ പാടും? ഇല്ല. പക്ഷെ എന്താ സംഭവം? ഈ റിയാക്ഷൻ നോർമൽ റിയാക്ഷനാ. നല്ലപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു അടുത്ത നിഗമനത്തിലേക്ക് എത്താണ്. ഇങ്ങനെയുള്ള റിയാക്ഷൻസ് 23 പേരും ഒരുമിച്ച് വന്നിട്ടല്ല എന്ത് ചെയ്യുന്നത്? ഈ റിയാക്ഷൻസ് നടക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാ നടക്കണേ? പിന്നെ നടക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. എങ്ങനെയാണ്? ഘട്ടം ഘട്ടം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എന്ത് നടക്കുന്നത്? ഈ റിയാക്ഷൻസ് നടക്കുന്നത്. അപ്പൊ ആദ്യം കുറച്ച് പേര് വന്ന് കൂട്ടിയിടിച്ചിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. ആ ഇന്റർമീഡിയറ്റിലേക്ക് അടുത്ത ആളുകൾ വന്ന് കയറും. എന്നിട്ട് അടുത്ത സെക്ഷനിലേക്ക് മാറുന്നു. അങ്ങനെ ഓരോ ഘട്ടമായിട്ടാണ് എന്ത് ഈ റിയാക്ഷൻ എന്ത് ചെയ്യുന്നത്? ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഓർഗാനിക് ഒക്കെ ചെയ്തിരുന്നു. ഇന്റർമീഡിയറ്റ് ഇടയിൽ ഒരു സാധനം ഉണ്ടായി അല്ലെ? എന്നിട്ട് അതിലേക്ക് വേറെ സാധനം വന്നു. ഓർഗനില്ലേ? അപ്പൊ അതുപോലെ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോംപ്ലക്സ് റിയാക്ഷൻസ്. അപ്പൊ കോംപ്ലക്സ് റിയാക്ഷൻസ് എന്താണ്? എത്ര സ്റ്റെപ്സിലാണ് നടക്കുക? ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്സിലായിട്ട് നടക്കുന്ന റിയാക്ഷൻസ് ആണ് എന്ത്? കോംപ്ലക്സ് റിയാക്ഷൻസ്. അപ്പൊ അവിടെ പ്രത്യേകത എന്താ? ഒറ്റയടിക്ക് വന്ന് 23 മോളിക്യൂളും കൂട്ടിയിടിച്ചിട്ടാണോ കോംപ്ലക്സ് റിയാക്ഷൻസ് നടക്കുന്നത്? അല്ല. പക്ഷെ മോളിക്കുലാരിറ്റി പറയുമ്പോ എത്ര പറയണം?
പറയടാ. മോളിക്കുലാരിറ്റി പറയുമ്പോൾ 23 പറയണം അല്ലെ? പക്ഷെ ആ 23 വല്ല പ്രാധാന്യം ഉണ്ടോ? ഇല്ല. ചുരുക്കി പറഞ്ഞാൽ കോംപ്ലക്സ് റിയാക്ഷൻസിലെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്ന ടേമിന് വലിയ എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല, സിഗ്നിഫിക്കൻസ് ഇല്ല. നമ്മൾ 4 പോയിന്റ് പറഞ്ഞിരുന്നു അല്ലെ? ഓർഡറിൽ 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നാണ് എന്റെ ഓർമ്മ. എന്താണ് അതിൽ എഴുതിയിട്ടില്ല, അതാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. ഓർഡറിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാ? ഓർഡറിനെ സംബന്ധിച്ച് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാ? ഇല്ല. അതിന്റെ പവറുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ഉത്തരം കിട്ടും അല്ലെ? ഈ ഓർഡർ എന്ന് പറയുന്നത് എവിടെയൊക്കെ ബാധകമാണ്? പറഞ്ഞേ. എലിമെന്ററിയിലും ബാധകമാണ്, പറയേ കോംപ്ലക്സിലും ബാധകമാണ്. കാരണം അതൊരു എക്സ്പെരിമെന്റൽ ഡാറ്റയാണ് അല്ലെ? നമുക്ക് കോംപ്ലക്സ് റിയാക്ഷൻസിന്റെ റേറ്റ് ഷെയ്ഡിന്റെ പവർ എടുത്ത് എഴുതാം. പക്ഷെ മോളിക്കുലാരിറ്റി എവിടേക്ക് വലിയ പ്രാധാന്യം ഇല്ല. പറയേ കോംപ്ലക്സ് റിയാക്ഷൻസിൽ വലിയ പ്രാധാന്യം ഇല്ല. കാരണം എന്താ? കോംപ്ലക്സ് റിയാക്ഷൻസ് ഒറ്റയടിക്ക് വന്ന് കൂട്ടിയിടിച്ചിട്ടല്ല എന്ത് ചെയ്യണേ, നടക്കണേ. എങ്ങനെയാ പിന്നെ നടക്കണേ? സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കണേ. അപ്പൊ തൽക്കാലം ഒരു കാര്യം ചെയ്യും, കോംപ്ലക്സ് റിയാക്ഷൻസ് എഴുതുക, എന്നിട്ട് അതിന്റെ ഡെഫിനിഷൻ അത് എഴുതിയാൽ മതി. ആ ഡെഫിനിഷൻ എഴുതിയാൽ മതി, കൂടുതലൊന്നും വേണ്ട. എ റിയാക്ഷൻ വിച്ച് ടേക്ക് പ്ലേസ് ഇൻ നമ്പർ ഓഫ് സ്റ്റെപ്സ് അല്ലെങ്കിൽ സെവറൽ സ്റ്റെപ്സ് ഈസ് കോൾഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. The detailed description of various steps is called mechanism. അതാണ് ഡെഫിനിഷൻ കൂടെ ഒന്ന് എഴുതിയതാ. ഓക്കെ. അപ്പൊ എന്താ എലിമെന്ററി റിയാക്ഷൻസ് എന്താ? ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്. കോംപ്ലക്സ് റിയാക്ഷൻസ് എന്താ? ടേക്ക് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്സ്. അടുത്ത് എഴുതുക. ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. പഠിക്കൊന്നും വേണ്ട, എന്നാലും നമ്മൾ പറഞ്ഞാണ്. എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് various steps. A detailed description of various steps. By which reactants change into the product is called mechanism of the reaction. A detailed description of various steps by which reactants change into the product is called. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ നമ്മള് മെക്കാനിസം എന്താണെന്നല്ലേ? എന്താ മെക്കാനിസം? ഓരോരോ സ്റ്റെപ്പുകൾ റിയാക്ടന്റ് എങ്ങനെയാണ് എന്തായി മാറുന്നത്, പ്രൊഡക്റ്റായി മാറുന്നതിനെ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ കോംപ്ലക്സ് റിയാക്ഷൻസ് നടക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്പ്. അതിൽ ഓരോ സ്റ്റെപ്പ് എന്തായിരിക്കും? അപ്പൊ ഒരു സ്റ്റെപ്പിന് നമുക്ക് എന്ത് റിയാക്ഷൻ വിളിക്കാം? എലിമെന്ററി റിയാക്ഷൻ വിളിക്കാം. അത് ഒറ്റയടിക്ക് നടക്കണല്ലേ? അപ്പൊ അവിടെ കൺസെപ്റ്റ് എന്താ? കോംപ്ലക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എന്താണ് എലിമെന്ററി റിയാക്ഷൻസിന്റെ ഒരു ആഡപ്പ് ആണ് എന്നുള്ളതാണ്. കുറെ സ്റ്റെപ്പുകളിലായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ ഓവറോൾ റിയാക്ഷന്റെ റേറ്റ് അപ്പൊ എങ്ങനെയാണ് വരിക? കോംപ്ലക്സ് റിയാക്ഷൻസിന്റെ റേറ്റിനെ കുറിച്ച് നമുക്ക് പറയണ്ടേ? കോംപ്ലക്സ് റിയാക്ഷൻസിന്റെ പ്രത്യേകത എന്താണ്? അതെങ്ങനെയാ നടക്കുന്നത്? ഒന്ന് പറയടാ. എങ്ങനെ നടക്കണേ? സെവറൽ സ്റ്റെപ്സിലാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ റേറ്റ് എങ്ങനെ പറയാം? അപ്പൊ അതിൽ കുറെ സ്റ്റെപ്പുകൾ ഉണ്ട് അല്ലെ? ഓരോ സ്റ്റെപ്പിന്റെയും സ്പീഡ് ഒരുപോലെ ആവണമെന്നുണ്ടോ? ഇല്ല. ഓരോ സ്റ്റെപ്പിന്റെയും സ്പീഡ് എങ്ങനെയാവണമെന്നില്ല, ഒരുപോലെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. സ്റ്റെപ്പിന്റെ സ്പീഡ് വ്യത്യാസം ഉണ്ടാവും. ഓവർ കോംപ്ലക്സ് റിയാക്ഷൻസിൽ പല ഘട്ടങ്ങളുണ്ട്. ശ്രദ്ധിക്കേ, കോംപ്ലക്സ് റിയാക്ഷൻസിൽ പല ഘട്ടങ്ങളുണ്ട്. ആ ഓരോ ഘട്ടത്തിനും ഓരോ സ്പീഡായിരിക്കും. അപ്പൊ നമ്മള് എങ്ങനെയാ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കോംപ്ലക്സ് റിയാക്ഷൻസിന്റെ റേറ്റ് നമ്മൾ എടുക്കുന്നത് ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ റേറ്റ് ആണ്. ഏതാണ് ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ്? ആ സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്? അതായത് ഇപ്പൊ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ഇപ്പോൾ ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്നത് ഇ ആയിട്ട് മാറുന്ന റിയാക്ഷൻ. ഇതൊരു കോംപ്ലക്സ് റിയാക്ഷൻ ആണ് കേട്ടോ. അപ്പൊ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞത് ഒറ്റയടിക്ക് എ ആണോ ചെയ്യണേ? അല്ല. ആദ്യം എന്താവണം? എ ബി ഉണ്ടാവും. പിന്നത്തെ സ്റ്റെപ്പ് ബി ഉണ്ടാവും, സി ഉണ്ടാവും. പിന്നെന്താ സി ഉണ്ടാവും, ഡി ഉണ്ടാവും. ഫൈനലി ഡി ഉണ്ടാവും, ഇ ഉണ്ടാവും. 1 2 3 4 സ്റ്റെപ്പുകളായിട്ടാണ് ഈ ഒരു ഓവറോൾ റിയാക്ഷൻ നടക്കുന്നത്. അതിൽ ഏറ്റവും സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതാണെന്ന് എഴുതുക. ബി എന്തായിട്ട് മാറുന്നു? സി ആയിട്ട് മാറണമെന്ന് എഴുതുക. ബി ടു സി ആണ് നമ്മുടെ എന്ത് സ്ലോ സ്റ്റെപ്പ്. അപ്പൊ ആ സ്ലോ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്? ഇഷ്ടം അറിഞ്ഞിരിക്കുക, വേറെ കഥയൊന്നുമില്ല. അങ്ങനെ എക്സാമിന് അങ്ങനെ ചോദ്യമായിട്ടൊന്നും വരാറൊന്നുമില്ല.
നല്ലത് അറിഞ്ഞിരിക്കുക. അപ്പൊ എന്താ, കോംപ്ലക്സ് റിയാക്ഷൻസ് നടക്കുന്നത് എങ്ങനെയാണ്? പല പല സ്റ്റെപ്പുകളിലാണ്. അതിലെ ഏറ്റവും സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഏറ്റവും സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പ്രശ്നമില്ലല്ലോ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പൊ കാര്യം ചെയ്ത് വെച്ചേ, അത് എഴുതി വെച്ച സംഗതി. The overall rate of a complex reaction, the overall rate of a complex reaction, the overall rate of a complex reaction എന്താണ്? Depends upon the slowest step. നിൽക്കണവരെ സമയമായിരുന്നു കേട്ടോ. Slowest step. Hence it is called കിട്ടിയില്ലേ? The overall rate of a complex reaction, the overall rate of a complex reaction depends upon the slowest step and hence അതുകൊണ്ട് it is called rate determining step. It is called rate determining step. Slowest step, hence it is called rate determining step. അപ്പൊ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ടേബിളാണ് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് വരെ തീർക്കണം കേട്ടോ. പറ്റുകയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ തീർക്കണം. ഈ ടേബിള് ഇപ്പൊ തന്നെ എല്ലാവരും പഠിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഓർഡർ, അതുപോലെ എന്താണ് മോളിക്കുലാരിറ്റി. ഓർഡർ അതുപോലെ മോളിക്കുലാരിറ്റി. ഓർഡർ മോളിക്കുലാരിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു VSEPR പോസ്റ്റ് ഒക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് അതുപോലെ പഠിക്കേണ്ട ഒരു സാധനമാണ് എന്ത്? ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള എന്ത് വ്യത്യാസം. ഓക്കെ, ഏതാണ് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വേഗം എഴുതി അവസാനിപ്പിച്ചേ. എന്താ ഓർഡർ? ഇറ്റ് ഈസ് ദ ഓർഡർ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ സം ഓഫ് പവേഴ്സ് ടു വിച്ച് concentration terms are raised. Concentration terms concentration of reactant, concentration of reactants are raised. ഓർഡർ, അവ 4 വാക്കുകൾ ഓർമ്മയില്ലേ? ഏതൊക്കെയായിരുന്നു 4 വാക്കുകൾ? ഒന്നെന്താ? സമ്മ്, എക്സ്പെരിമെന്റില് അല്ലേ? പിന്നെന്തായിരുന്നു? വാല്യൂ, സീറോ, ഫ്രാക്ഷൻ, നെഗറ്റീവ്. പിന്നെന്തായിരുന്നു? മെക്കാനിസത്തെ കുറിച്ച് എഴുതി തരും. ഇപ്പൊ അവിടെ എനിക്ക് ആഡ് ആയി. അപ്ലിക്കബിൾ ടു ബോത്ത്. ഓർഡർ എവിടേക്ക് അപ്ലൈ ചെയ്യാം? ബോത്ത് എലമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ. പക്ഷെ ഏത് രണ്ടിടത്തും പ്രാധാന്യം ഇല്ല. മോളിക്കുലാരിറ്റിക്ക് രണ്ടിടത്തും പ്രാധാന്യം ഇല്ല. കാരണം 23 മോളിക്യൂൾ വന്നിട്ടാണോ ആ റിയാക്ഷൻ നടക്കണേ? അല്ല. വലിയ കേസാകുമ്പോ അങ്ങനെയല്ല നടക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഓർഡറിന്റെ സൈഡിൽ എന്താണ്? സം ഓഫ് ദ പവേഴ്സ് ടു വിച്ച് കോൺസെൻട്രേഷൻ of reactants are raised അല്ലേ? അപ്പുറത്തെ എന്താണ്? നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷ്യസ് അല്ലേ? നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷ്യസ് കൊളൈഡ് എന്താണ്? സൈമൾട്ടേനിയസ്ലി to take place the reaction, റിയാക്ഷൻ കൂട്ടിയിടിക്കുക. റിയാക്ഷൻ നടക്കാനായിട്ട് മിനിമം കൂട്ടിയിടിക്കേണ്ട എന്താണ്? എണ്ണം. ഇത് എങ്ങനെ കണ്ടുപിടിക്കുക? ഓർഡർ എന്താ എങ്ങനെ കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് എന്തുകൊണ്ട്? ഇറ്റ് ഈസ് എ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. അതൊരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. മറ്റേതോ ഒരു തിയറിറ്റിക്കൽ ക്വാണ്ടിറ്റി ആണ് അല്ലെ? ഇറ്റ് ഈസ് തിയറിറ്റിക്കൽ ക്വാണ്ടിറ്റി. ഒന്ന് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്, മറ്റേതെന്താണ്? തിയറിറ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. തിയറിറ്റിക്കൽ എങ്ങനെയാണ് എഴുതുക? RE ആണ് തിയറിറ്റിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, ഇവിടെ ഏതൊക്കെ വാല്യൂസ് പറ്റും? ഇവിടെ നമുക്ക് എല്ലാ വാല്യൂസ് പറ്റും അല്ലെ? ബോൾ നമ്പർ ആവാം, ബോൾ നമ്പർ വരാം, അല്ലെങ്കിൽ എന്ത് വരാം? ഫ്രാക്ഷൻ വരാം അല്ലെ? അല്ലെങ്കിൽ എന്ത് വരാം? സീറോ വരാം, അല്ലെങ്കിൽ ഇവിടെ എന്തുവരെ വരാം? ഓർഡർ പറയേ. നെഗറ്റീവ് അടക്കം വരാം അല്ലെ? മറ്റോടത്ത് പറ്റുമോ? മറ്റോടത്ത് എന്താ? ഓൾവേസ് ബോൾ നമ്പർ മാത്രമേ ഇവിടെ പറ്റുള്ളൂ. പിന്നെന്താ? മെക്കാനിസം അല്ലേ? ഓർഡർ എന്താ? ഇറ്റ് gives some idea about എന്താണ്? mechanism. It gives some idea about the mechanism
of reaction of chemical reaction. It gives some idea about mechanism of chemical reaction. Appadanda it does not give any idea about mechanism. Ini order എന്താ applicable to both എന്താ elementary and complex reactions. അപ്പുറത്തോ applicable only to elementary reactions. പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്, മുഴുവൻ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്, ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ ടേം പഠിച്ചാൽ മതി. ഓർഡർ മോളിക്കുലാരിറ്റി ബന്ധപ്പെട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഒക്കെ നമ്മൾ പഠിക്കാൻ വരുമ്പോൾ കാണാം, നമുക്ക് ഇത് പറഞ്ഞു മതിയാവും. അത്രയധികം തവണ എന്താണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അത്രയധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്ത് ഈ പറയുന്ന ഓർഡർ മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. കൈയോടെ തന്നെ പഠിക്കുക. മറ്റേ സൈഡ് നമ്മൾ പഠിച്ചാണ്, ഈ സൈഡ് നമുക്ക് പറയാവുന്നേ ഉള്ളൂ അല്ലേ. മോളിക്കുലാരിറ്റി എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾ കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ടു ടേക്ക് പ്ലേസ് ദ റിയാക്ഷൻ. അത് എന്ത് ക്വാണ്ടിറ്റി ആണ്? അതൊരു തിയറിറ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഓൾവേസ് ഹോൾ നമ്പർ ആയിരിക്കും. മെക്കാനിസത്തെ കുറിച്ച്, റിയാക്ഷൻ എങ്ങനെയാണ്, മെക്കാനിസം ഇപ്പൊ എന്താന്ന് എഴുതി നമ്മൾ അല്ലെ. ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വേരിയസ് സ്റ്റെപ്സ്, ഹൗ ദ റിയാക്ടൻസ് ബിക്കം പ്രോഡക്റ്റ്, എങ്ങനെയാണ് മെക്കാനിസം എന്ന് പറയുന്നത്. മെക്കാനിസത്തെ കുറിച്ച് യാതൊരു ഐഡിയയും മോളിക്കുലാരിറ്റി തരില്ല. മോളിക്കുലാരിറ്റി എങ്ങനെയുള്ള റിയാക്ഷൻസിൽ മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ, എലിമെന്ററി റിയാക്ഷൻസിൽ മാത്രമേ എന്താവുള്ളൂ, അപ്ലിക്കബിൾ ആവുള്ളൂ. മോളിക്കുലാരിറ്റി എന്താണ്? എലിമെന്ററി റിയാക്ഷൻസിൽ മാത്രമേ എന്താവുന്നുള്ളൂ, അപ്ലിക്കബിൾ ആവുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് എന്ത് ഓർഡറും അതുപോലെ എന്താണ് മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. കഴിഞ്ഞ ഒരു ഹെഡിങ് കൊടുത്തിട്ടോ, സീറോ ഓർഡർ റിയാക്ഷൻസ് അല്ല ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ്. ആദ്യം മെയിൻ ഹെഡിങ് കൊടുക്കുക, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ്. ഒരു ഡെറിവേഷൻ ചെയ്യാനുണ്ട്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതുക. അതില് ഫസ്റ്റ് സീറോ ഓർഡർ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ അതിന്റെ ഡെറിവേഷൻ ചെയ്ത് ഹാഫ് ലൈഫ് ചെയ്തിടാം. ഹാഫ് ലൈഫ് അല്ല, ഇതും ഫസ്റ്റ് ഓർഡർ ചെയ്യാം. അപ്പൊ പാഠം കഴിയാറ്. ഇനി സൂഡോ ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തിയറി സെക്ഷൻസ് ആണ് വരണേ, അതുകൂടെ ഒന്ന് പറയാം. ഈ വീക്കിൽ ഏകദേശം പാഠം ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ്. ഇതിന്റെ തൊട്ട് താഴെ സീറോ ഓർഡർ റിയാക്ഷൻസ്. ടേബിൾ വാങ്ങിട്ടെ, അപ്പൊ അതിലേക്ക് നമുക്ക് കിടക്കാം. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താന്നൊക്കെ പറയാം. അതിന് മുൻപ് ഇപ്പോഴത്തെ സെക്ഷനിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഈ പാഠത്തിന്റെ. ഇതുവരെ ഈ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് പോവാം. ഓക്കെ, എഴുതി കഴിഞ്ഞോ? അത് ഫസ്റ്റ് പറഞ്ഞ ടേം എന്തായിരുന്നു? വാട്ട് ഈസ് മെന്റ് ബൈ കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സ് എന്താ? ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ വെലോസിറ്റി ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് മെക്കാനിസം. പിന്നെ റേറ്റ് എന്താന്ന് പറഞ്ഞു അല്ലെ. റേറ്റ് എന്താ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഓർ എനി വൺ ഓഫ് ദ റിയാക്ടൻസ് ഓർ പ്രൊഡക്ട്സ് പെർ, പറഞ്ഞ എല്ലാവരും, പെർ യൂണിറ്റ് ടൈം. റേറ്റിന്റെ ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. യൂണിറ്റ് ഓഫ് റേറ്റ് എന്താ? മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. റേറ്റിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ടെന്തായിരുന്നു? റേറ്റിന്റെ യൂണിറ്റിന് ശേഷം പിന്നെ വന്നത് ആവറേജ് റേറ്റ് അല്ലേ. ആവറേജ് റേറ്റ് നമ്മൾ അത് എഴുതിയൊന്നുമില്ല. ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? ടൈം ഇന്റർവെല്ല് കുറച്ച് വലുതായിരിക്കും. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ ടൈം. അവിടെ നമ്മൾ ഡിഫറൻഷ്യൽ ഉപയോഗിക്കണം അല്ലേ? ആണോ? BB CCDD. എങ്ങനെയാ റേറ്റ് എഴുതുക? ഡിഫറൻഷ്യൽ റേറ്റ് ഈക്വൽ ടു -1/AT കോൺസെൻട്രേഷൻ ഓഫ് A by dt -1/BD കോൺസെൻട്രേഷൻ ഓഫ് dB by dt 1/C dC by dt 1/D dD by dt അല്ലേ? കോൺസെൻട്രേഷൻസ് ആണ് പറയുന്നത് കേട്ടോ. പിന്നെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ കണ്ടായിരുന്നു ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. എത്ര ഫാക്ടറുകളായിരുന്നു? 5 ഫാക്ടറുകളായിരുന്നു. ഏതൊക്കെയാണ്? concentration, temperature, nature of reactants and product, exposure to light, presence of catalyst.
അതിലെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? നമ്മൾ ഡയറക്ട്ലി ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞോ? ഇല്ല. എന്ന് പറഞ്ഞേ പ്രൊപ്പോർഷണൽ. The rate of a reaction is proportional to the product of, എല്ലാവരും പറയട്ടോ, product of molar concentration of ആരാണ്? Reactants. അപ്പൊ റേറ്റ് ഈക്വൽ ടു നമ്മളൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് എങ്ങനെ ഇക്വേഷൻ ആക്കി? റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A raised to X P raised to Y. ആ എക്സും വൈയും എന്ത് ടൈപ്പ് ക്വാണ്ടിറ്റിയാ? എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു സ്റ്റോഷിയോമെട്രിക് റേഷ്യോ. പിന്നെ നമ്മൾ ഓർഡർ പറഞ്ഞു. ഓർഡർ എന്തായിരുന്നു? സം ഓഫ് ദ പവേഴ്സ് ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ടേംസ് ആർ റേസ്ഡ്. എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. 0, നെഗറ്റീവ് ഒക്കെ വരാം, ഫ്രാക്ഷൻ വരാം, അല്ലെ? അങ്ങനെയുള്ള പല വാല്യൂസും വന്നേക്കാം. ആണോ? അതെ. പിന്നെ നമ്മൾ കണ്ടെന്തായിരുന്നു? അതിന് ശേഷം പല റിയാക്ഷൻസിന്റെ ഓർഡർ എഴുതി വെക്കുക, അല്ലെ? അപ്പൊ റേറ്റ് ഇക്വേഷൻ എഴുതിയിട്ട്, അല്ല, ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതിയിട്ട് റേറ്റ് എഴുതി. വെറുതെ അതിൽ നിന്ന് എടുത്ത് എഴുതാണോ ചെയ്തേ? അല്ല. നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ വെറുതെ ഒരു ഇക്വേഷൻ ഓർഡർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ബൈ ഹാർട്ട് അറിയുന്ന വെച്ചാൽ പറയാം. വില നോക്കിയിട്ട് എഴുതാൻ പറ്റുമോ നമുക്കത്? ഇല്ല. തിയററ്റിക്കൽ ആയിട്ടുള്ള വാല്യൂ ആണോ? അല്ല. പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ട എന്തായിരുന്നു? എന്താണ് സീറോ ഓർഡർ റിയാക്ഷൻ? എന്തായിരുന്നു സീറോ ഓർഡർ റിയാക്ഷൻസ്? ഇൻ സർട്ടൻ റിയാക്ഷൻസ് പറഞ്ഞേ, ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് എന്താ? ഇൻഡിപെൻഡന്റ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ആണോടാ? ശരിയല്ലേ? കോൺസെൻട്രേഷൻ ആയിട്ട് എന്തില്ല ബന്ധം? ഇല്ലാത്ത റിയാക്ഷൻസിനെയാണ് സീറോ ഓർഡർ റിയാക്ഷൻസ് എന്ന് പറഞ്ഞല്ലേ. പിന്നെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ, പിന്നെ കെ ഡിഫൈൻ ചെയ്തു. കെ എന്തായിരുന്നു? റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. പഠിച്ചുകൊണ്ടിരാൻ പറയാത്ത കാരണം തൊട്ടോ കൊണ്ടുപോകുന്നേക്കാം, അല്ലെ? റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ദ എന്താണ്? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ആർ യൂണിറ്റ് അല്ലെങ്കിൽ 1. ആണോ? റേറ്റ് ഡിഫൈൻ ചെയ്തു. പിന്നെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞേ, മോൾ 1 മൈനസ് n ലിറ്റർ n-1 second raised to -1. പിന്നെ മോളിക്കുലാരിറ്റി എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ടു ടേക്ക് പ്ലേസ് ദ റിയാക്ഷൻ. തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഓൾവേസ് വോൾ നമ്പർ ആണ്. അത് മെക്കാനിസത്തെ കുറിച്ച് യാതൊരു ഐഡിയയും തരുന്നില്ല. പിന്നെ എന്തിനു മാത്രമാണ് അപ്ലിക്കബിൾ ആവുന്നത്? എലിമെന്ററി. എന്താ എലിമെന്ററി റിയാക്ഷൻ ടേക്ക് പ്ലേസിംഗ്? എന്താ കോംപ്ലക്സ് റിയാക്ഷൻ ടേക്ക് പ്ലേസിംഗ്? കോംപ്ലക്സ് റിയാക്ഷൻസിന്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഏതാ? ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ തിരിച്ചു വരാം. ഇനി ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് സീറോ ഓർഡർ റിയാക്ഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യണം. അപ്പൊ ഇനി ഇവിടെ ഞാൻ ഡെഫിനിഷൻ വേറെ എഴുതിക്കണ്ടല്ലോ. സീറോ ഓർഡറിന്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു പറഞ്ഞൂടെ എല്ലാവരും നോക്കിയിട്ട്? എന്താ സീറോ ഓർഡർ റിയാക്ഷൻസ്? സീറോ ഓർഡർ റിയാക്ഷൻസിന്റെ പ്രത്യേകത എന്താ? In certain reactions, the rate of the reaction is independent upon the concentration of reactant. ഒന്നുകൂടെ പറഞ്ഞേ. In certain reactions, the rate of the reaction is independent upon the concentration of the reactants. ബന്ധം എന്താണ്? ഇല്ല. അപ്പൊ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കൊരു ആഗ്രഹം, ഒരു റിയാക്ഷൻ തുടങ്ങി. ഒരു റിയാക്ഷൻ തുടങ്ങുമ്പോ ഒരു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അവിടെ ഉണ്ടാവും, അല്ലെ? റിയാക്ടൻസിന്റെ എന്തുണ്ടാവും? ഒരു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. നമ്മുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ. എന്താ? ഈ റിയാക്ഷൻ തുടങ്ങിയിട്ട് 5 സെക്കൻഡ് കഴിഞ്ഞാൽ ബാക്കി എത്ര റിയാക്ടന്റ് ഉണ്ട്? ഒരു റിയാക്ഷൻ തുടങ്ങി 5 സെക്കൻഡ് കഴിഞ്ഞാൽ ബാക്കി എത്ര റിയാക്ടന്റ് ഉണ്ട് എന്ന് അറിയും. അല്ലെങ്കിൽ 10 സെക്കൻഡ് കഴിഞ്ഞാൽ ബാക്കി എത്ര റിയാക്ടന്റ് ഉണ്ട്. കാരണം സമയം കഴിയുന്നതനുസരിച്ച് റിയാക്ടന്റ് എന്തായിട്ട് മാറും? പറഞ്ഞേ, പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്കൊരു ആഗ്രഹം, നമ്മുടെ ആഗ്രഹം എന്തായിട്ട് മാറണം? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ബാക്കി എത്ര റിയാക്ടന്റ്? അപ്പൊ നമുക്ക് ഓരോ സമയത്തും ഉള്ള കണക്കറിയണം. ഇപ്പൊ ഹൈഡ്രജൻ അയഡൈഡ്, ഹൈഡ്രജനും അയഡിനും ആയിട്ട് മാറുന്ന ഒരു റിയാക്ഷൻ ആണ് നമുക്ക് എഴുതാം. XI become H2 plus I2 ബാലൻസ്ഡ് ആണെങ്കിൽ 2SN. ഇനീഷ്യലി ഇത് 10 മോളാർ. മോളാർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മോളാരിറ്റി അല്ലേ? 10 ക്യാപിറ്റൽ എം ആണുള്ളത്. അപ്പൊ ഇത് രണ്ടും എത്ര വീതം? 0 വീതം. നമുക്കൊരു ആഗ്രഹം എന്താ? ആഫ്റ്റർ 5 സെക്കൻഡ് വാട്ട് ഈസ് ദ റിമൈനിങ് XI? കാരണം എന്തായാലും 10 മോളാർ ഉണ്ടാവും ഇല്ല. കാരണം വലിയൊരു ഭാഗം എന്തായാലും മാറിണ്ടാവും, ഹൈഡ്രജനും അയഡിനുമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അറിയണം, എന്തറിയണം? ബാക്കി എത്രയുണ്ട്? അല്ലെങ്കിൽ 6 സെക്കൻഡിന് ശേഷം ബാക്കി എത്രയുണ്ട്? 7 സെക്കൻഡിന് ശേഷം ബാക്കി എത്രയുണ്ട്? ഇത് അറിയാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എന്താ? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്.
ക്ലിയർ? നമ്മള് നേരത്തെ എഴുതിയ ഇക്വേഷൻസിൽ അല്ലെങ്കിൽ ഇതുവരെ പഠിച്ച ഇക്വേഷൻസിൽ നമുക്ക് അങ്ങനെ ഒരു ഉത്തരം കിട്ടാൻ വകുപ്പുണ്ടോ? ഇല്ല. ഡിഫറൻഷ്യലിലൊക്കെ നമ്മൾ dA/dt എന്നൊക്കെയാണ് എഴുതിയത് അല്ലേ? ശ്രദ്ധിക്ക്, dA/dt എന്നൊക്കെയാണ് എഴുതിയത്. ആണോ? അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എഴുതിയ അതിൽ സമയം തന്നെ ഉണ്ടോ? റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു a⁻x/b⁻y. അതിൽ സമയം തന്നെ ഉണ്ടോ? റേറ്റിലെ എക്സ്പ്രഷൻ ഇതിൽ ടി ഉണ്ടോ? അതിൽ ടി തന്നെ ഇല്ല. ടി ഉള്ളത് പിന്നെ എവിടെയാ? ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനിലാ. ടി ഉള്ളത് എവിടെയാ? ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനിലാ. രണ്ടാമത്തെ ക്ലാസ് കണ്ടാ മാത്സ്? ഇന്ന് പോയിട്ട് കാണണം കേട്ടോ. ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്താ? dt തന്നെയാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ചെറിയ ഡെറിവേഷൻ ആണ്. എങ്ങനെ ആ ഇക്വേഷനിലേക്ക് എത്താം, അങ്ങനത്തെ റിസൾട്ട് എങ്ങനെ കിട്ടും എന്നുള്ളത് പരിശോധിക്കാം. അപ്പോൾ തന്നെ ശ്രദ്ധിക്കാം. കൺസിഡർ എ സീറോ ഓർഡർ റിയാക്ഷൻ. കൺസിഡർ എ സീറോ ഓർഡർ റിയാക്ഷൻ. കൂടെ എഴുതി വരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഗ്യാപ്പ് നോക്കിയിട്ട് എഴുതിക്കോ, കുഴപ്പമില്ല. അപ്പൊ പണി കിട്ടുമല്ലോ. കൺസിഡർ എ സീറോ ഓർഡർ റിയാക്ഷൻ. ഏത് റിയാക്ഷൻ ആണ് നമ്മൾ പരിഗണിക്കുന്നത്? എ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? പ്രോഡക്ട്സ് ആയിട്ട് മാറും. ശ്രദ്ധിക്കും വേണം കേട്ടോ, എഴുത്തിലേക്ക് മാത്രം ശ്രദ്ധ കളയായിരിക്കും. പതുക്കെ ചെയ്യാനുള്ള ഗ്യാപ്പ് നോക്കിയിട്ട് എഴുതിയാൽ. എ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? പ്രൊഡക്റ്റ് ആയിട്ട് മാറും. എതിർപ്പുണ്ടോ? ഇത് എന്ത് ടൈപ്പ് റിയാക്ഷനാ? എന്ത് ടൈപ്പ് റിയാക്ഷൻ? എന്താണ് സോന? എന്ത് റിയാക്ഷനാ? സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പൊ സോന എന്ന് പറയുന്നത് റേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? പറഞ്ഞു രണ്ട് രീതിയിൽ നമുക്ക് ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതാം അല്ലെ? അറിയുന്ന രീതി പറഞ്ഞോ. റേറ്റ് ഈക്വൽ ടു നമ്മൾ ഇന്നലെ ചെയ്താണ് എഴുതിയതൊക്കെയാണ് പറഞ്ഞ. റേറ്റ് ഈക്വൽ ടു കെ. വെരി ഗുഡ്. കെ ഇൻറ്റു ആരാ റിയാക്ടന്റ്? കോൺസെൻട്രേഷൻ ഓഫ് എ. പവർ എത്ര എഴുതണ്ടേ മാഷ്? സീറോ. അവള് പറഞ്ഞു ഇറക്കില്ലേ? അവള് പറഞ്ഞു ഇറക്കില്ല. നമ്മൾ ഇന്നലെ എഴുതി. യൂണിറ്റ് ഓഫ് റേറ്റ് കാണാനായിട്ട്, റേറ്റ് കോൺസ്റ്റന്റ് കാണാനായിട്ട് എഴുതിയില്ല. a⁻0 ടു ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ എത്ര ഇട്ടു? a⁻1 ഇട്ടു. സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ എത്ര ഇട്ടു? a⁻2 ഇട്ടു. ആണോ? അതെ. അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. ഇനി ഇത് ഇക്വേഷൻ നമ്പർ 1. ഇത് വേറൊരു രീതിയിൽ റേറ്റ് എഴുതാൻ പഠിച്ചിട്ട് നമ്മള് ഡിഫറൻഷ്യൽ ഫോമിൽ പഠിച്ചിട്ടില്ലേ? ടൈം വരുന്ന രീതിയിൽ. അതുപോലെ ഒന്ന് പറഞ്ഞേ. എന്താ വരിക? റിയാക്ടന്റ് ആണ് കേട്ടോ. എ റിയാക്ടന്റ് ആണ്. അപ്പൊ എങ്ങനെ തുടങ്ങണം? വെരി ഗുഡ്. മൈനസ് ഡി പറയേ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ dt. ഇക്വേഷൻ നമ്പർ 2. എതിർപ്പുണ്ടാവും. അപ്പൊ ഡിഫറൻഷ്യൽ ഫോമിലും നമ്മൾ റേറ്റ് എഴുതി, അതുപോലെ തന്നെ റേറ്റിലോ എക്സ്പ്രഷനിലും നമ്മൾ റേറ്റ് ചെയ്യും. രണ്ട് രീതിയിൽ റേറ്റ് കാണാൻ നമുക്കറിയാം. അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ചെയ്യാനുള്ള കാര്യം. അത് രണ്ടും എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? K concentration of a⁻0 is equal to minus ആദ്യം ഇത് എഴുതുന്നു മാഷ്. മൈനസ് dA/dt. അടിയിലത്തെ ഈ സൈഡ് ആദ്യം എഴുതി. ഇസ് ഈക്വൽ ടു ഇനി ഈ സൈഡ് എന്താ? K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് a⁻0 എത്രയാ? 0. എതിർപ്പുണ്ടോ? ബുദ്ധിമുട്ടില്ലല്ലോ. രണ്ട് റേറ്റ് തന്നെയാണല്ലോ. രണ്ട് ഇക്വേറ്റ് ചെയ്ത് എഴുതി. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതുകയാണ്. മൈനസ് dA/dt is equal to k. അതെന്താ k? എന്താ k ആയത്? അല്ല എന്താ k ആയത്? മറ്റേ നിങ്ങളുടെ എത്രയും പോയി? 1 ആയിട്ട്. എനി നമ്പർ റേസ്ഡ് ടു 0 എത്രയാ? 1. നമ്മൾ ഇതിൽ ചെയ്തതാണല്ലേ? അപ്പൊ അത് 1 ആയി പോയി. അപ്പൊ ജസ്റ്റ് എന്ത് മാത്രം വന്നു? k മാത്രം വന്നു. എന്ത് മാത്രം വന്നു? k. ഇനി ഭാഷ ചെയ്യുന്നത് ഈ മൈനസിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, dt-നെയും അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇവിടെ ബാക്കി ആര് വരും? ഓൺലി dA. എന്ത് മാത്രം വരിക? dA. dA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ. എന്ത് ചേഞ്ചാ? എന്ത് ചേഞ്ചാ? സ്മോൾ ചേഞ്ച്. അപ്പൊ ഫുൾ ചേഞ്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫുൾ ചേഞ്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് പറയടാ. ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിലേക്കാണ് ഈ കൊണ്ടുപോണേ. ഓക്കെ. dA is equal to മൈനസ് അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോ ആ മൈനസ് ഇട്ടു. അവിടെ ഓൾറെഡി ഒരു k ഉണ്ട്. ആ k മാർക്ക് ചെയ്തു. പിന്നെ ഇവിടുന്ന് ആര് പോയിട്ട് അങ്ങോട്ട്? ഇവിടുന്ന് ആര് പോയിട്ട്? dt അങ്ങോട്ട് പോയിട്ടുണ്ട് അല്ലെ? ഈ ഒരു ഫോമിലേക്ക് എത്തി. ഇനി മാഷ് ചെയ്യുന്നത് ഇന്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് ഭാഗം എന്ത് ചെയ്യാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാണ്. രണ്ട് ഭാഗം എന്ത് ചെയ്യാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ അതാ പിടിച്ചോ. ഇന്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്. ഇന്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് ഭാഗം ഇന്റഗ്രേറ്റ്. ഇതൊക്കെ സ്മോൾ ടൈം ഇന്റർവെലും സ്മോൾ കോൺസെൻട്രേഷൻ ചേഞ്ചും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ രണ്ട് ഭാഗത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ കണ്ടിട്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല. ഡിഫറൻഷ്യൽ ആണ്. ഇന്റഗ്രൽ dx എന്താ മക്കളെ? നമ്മൾ കണ്ടതാണ് ടോട്ടൽ അല്ലെ? എന്ത് ടോട്ടല്?
ഇവിടെ ഫിസിക്സിൽ കണ്ടതാണ് ഇന്റഗ്രൽ dx. നമ്മളിപ്പോ മൊത്തം ഏരിയ എത്രയാണെങ്കിൽ ആ ഏരിയ ആണോ? മറ്റേ സ്ഫിയർ ചെയ്തപ്പോ 4πr² ചെയ്തു, ഷീറ്റ് ചെയ്തപ്പോ a ഉപയോഗിച്ചു. ഓർക്കണ്ട ഉണ്ടോ? മൊത്തം കർവ്ഡ് സർഫസ് ഏരിയ എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? ടോട്ടൽ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ രണ്ട് ഭാഗത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ dA is equal to ഇന്റഗ്രൽ - k dt. അപ്പോ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. ഇന്റഗ്രൽ dA is equal to - k നെ ഞാൻ ബ്രാക്കറ്റ് ഇട്ടല്ലേ ഇന്റഗ്രലിന്റെ പുറത്ത് എടുത്തു നിർത്താണ്. എന്തുകൊണ്ടാണ് ഇന്റഗ്രലിന്റെ പുറത്ത് ഇടുന്നത്? കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രേഷൻ അറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? പക്ഷെ പഠിക്കണം. എന്താണ് k? എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ -k നെ അങ്ങനെ തന്നെ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു നിർത്തി. ഇതിന്റെ ഉള്ളിൽ ആരാണ് എഴുതി? dt നെ എഴുതി. ഓക്കെ. ഇന്റഗ്രൽ dA എന്താ വരിക? ഇന്റഗ്രൽ dx എന്താ പറയേ? x. ഇന്റഗ്രൽ ds എന്തായിരുന്നു? ടോട്ടൽ. ആ ഏരിയയുടെ ടോട്ടൽ. അപ്പൊ ഇന്റഗ്രൽ dA എന്താ വരിക? dA എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് A. അപ്പൊ dA എന്ന് പറയുമ്പോൾ എന്താ വരിക? കോൺസെൻട്രേഷൻ ഓഫ് A. എന്താ വരിക? ഫുൾ കോൺസെൻട്രേഷൻ, എയുടെ മൊത്തം കോൺസെൻട്രേഷൻ വരും. ഇസ് ഈക്വൽ ടു -k നെ പുറത്തെടുത്ത് നിർത്തി. ഇന്റഗ്രൽ dt എന്താ പറഞ്ഞപ്പോ? ഇന്റഗ്രൽ dt എന്താ പറഞ്ഞേ? t പ്ലസ് c. അതെന്താ c? c ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ഇന്റഗ്രൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സംഗതിയാണ് എന്ത്? c. എന്താണ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ്? കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെയ്തിരുന്നു. കഴിഞ്ഞ കൊല്ലം വരുന്ന കേസുകളിലൊക്കെ 0 ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് അത് ചെയ്യാണ്ടിരുന്നത്. ഇവിടെ വേറൊരു മെക്കാനിസം ആണ്. അപ്പൊ നമുക്ക് മൂന്നാമത് ഇക്വേഷൻ വന്നുപെട്ടിട്ടുണ്ട്. ഇതിന്റെ മീനിങ് എന്താ? ഈ ഇക്വേഷന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡിൽ ശ്രദ്ധിക്കട്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കും. ഏത് റിയാക്ഷൻ തുടങ്ങിയിട്ട് ഏത് ടൈമിലത്തെ കോൺസെൻട്രേഷൻ ആണോ വേണ്ടത്, ആ കോൺസെൻട്രേഷൻ ആണ് ഏത്? ഈ കാണുന്ന A. അതായത് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് എത്ര സമയത്തിന് ശേഷം, എത്ര സെക്കൻഡിന് ശേഷം, റീഡ് എത്ര സെക്കൻഡിന് ശേഷം, t സെക്കൻഡ് കഴിഞ്ഞാൽ ബാക്കിയുള്ള അപ്പോഴുള്ള കോൺസെൻട്രേഷൻ ആണ് എന്ത്? A. മനസ്സിലായ? റിയാക്ഷൻ തുടങ്ങി എത്ര സെക്കൻഡ്? t സെക്കൻഡില് ഉള്ള അപ്പൊ അവിടെ ഉള്ള എന്ത്? അപ്പൊ അവിടെ ഉള്ള എന്ത്? കോൺസെൻട്രേഷൻ. അതാണ് എന്ത്? ഈ കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ, എന്താ ഈ ഇക്വേഷന്റെ മീനിങ് എന്താ? റിയാക്ഷൻ തുടങ്ങി എത്ര സെക്കൻഡ്? t സെക്കൻഡ് ശേഷമുള്ള കോൺസെൻട്രേഷൻ ആണ് എന്ത്? അപ്പൊ രണ്ടാമത്തെ സെക്കൻഡിൽ എത്ര കോൺസെൻട്രേഷൻ ഉണ്ട്? ഈ ടിക്ക് എത്ര കൊടുക്കുക? 2 കൊടുക്കുക. മൂന്നാമത്തെ സെക്കൻഡിൽ എത്ര കോൺസെൻട്രേഷൻ ഉണ്ട്? ടിക്ക് എത്ര കൊടുക്കുക? 3 കൊടുക്കുക. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ മനസ്സിലാക്കേണ്ടത്. പക്ഷെ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിലൊരു പ്രശ്നമുണ്ട്. വാട്ട് ഈസ് സി? സി ഒരു അതിലേണ്ട നിൽക്കല്ലേ. അപ്പൊ നമ്മൾ ചെയ്യുന്ന സീനെ പിടിക്കാനായിട്ട് ചെയ്യുന്ന കാര്യമാണ്. സീനെ പിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ശ്രദ്ധിക്കുക, ബോർഡിൽ ശ്രദ്ധിക്കുക. സീനെ പിടിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ബോർഡിൽ ശ്രദ്ധിച്ചേ, ഈ ടിക്ക് മാഷ് 1 കൊടുത്താൽ എന്താ കിട്ടുക? റിയാക്ഷൻ തുടങ്ങിയിട്ട് പറയേ ഒരു സെക്കൻഡ്, ആ സമയത്തുള്ള 2 കൊടുത്താലോ? റിയാക്ഷൻ തുടങ്ങിയിട്ട് 3 കൊടുത്താലോ? 0 കൊടുത്താലോ? ഏത് കോൺസെൻട്രേഷൻ? 0. t = 0 എന്ന് പറഞ്ഞാൽ എന്താ? ഏത് പോയിന്റ്? റിയാക്ഷൻ തുടങ്ങണ അല്ലെ? ശരിയല്ലേ? ടിക്ക് 0 കൊടുത്ത് എന്ത് കിട്ടും? അപ്പൊ റിയാക്ഷൻ തുടങ്ങണ സമയത്തെ കോൺസെൻട്രേഷൻ. t0 എന്ന് പറഞ്ഞാൽ മാഷിനെ ഇനീഷ്യൽ എന്ന് വിളിക്കണോ, ബിറ്റ്വീൻ എന്ന് വിളിക്കണോ, ഫൈനൽ എന്ന് വിളിക്കണോ? ഇനീഷ്യൽ. അപ്പൊ t0 കൊടുക്കുമ്പോ എന്ത് കോൺസെൻട്രേഷൻ കിട്ടുക? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? when t = 0. എന്താണ് when t = 0? നിങ്ങൾ ഗ്യാപ്പ് നോക്കി എഴുതി പോകുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞോളൂ. when t = എത്രയാ മക്കളെ? 0 അല്ലെ? when t = 0. അപ്പൊ നമുക്ക് എന്ത് പറയാം? t = 0 ആകുന്ന സമയത്തെ ശ്രദ്ധിക്ക്. t = 0 ആകുന്ന സമയത്തെ കോൺസെൻട്രേഷൻ ഏത് കോൺസെൻട്രേഷനാ? അപ്പൊ when t = 0 ആ സമയത്തെ കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറയുന്നത് A0. എന്താ A0 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. A0 എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. കുഴപ്പമില്ലല്ലോ. അപ്പൊ when t = 0 കോൺസെൻട്രേഷൻ ഓഫ് A is equal to എന്താണ്? A0. കോൺസെൻട്രേഷൻ ഓഫ് A എപ്പോ പറയേ? എപ്പോ നോക്ക പറയടാ? ഇനീഷ്യൽ അല്ലേ? അപ്പൊ ഇത് ഈ ഡാറ്റ നമ്മൾ ഏതിൽ തന്നെ കൊടുക്കുക? ഈ ഇക്വേഷനിൽ തന്നെ കൊടുക്കണം. അപ്പൊ എക്ക് പകരം എന്ത് കൊടുക്കണം? എക്ക് പകരം എന്ത് കൊടുക്കണം? ഇപ്പൊ ടൈം എത്രയാ? 0 ആണ്. അപ്പൊ എക്ക് പകരം എന്ത് കൊടുക്കാൻ ധൈര്യമായിട്ട്? A0 - k into when t = 0 A = A0. അപ്പൊ എക്ക് പകരം മാഷ് എന്ത് കൊടുത്തു? ടിക്ക് പകരം എന്ത് കൊടുക്കണം? 0. അപ്പൊ -k into
സീറോ പ്ലസ് സി നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ A0 ഈക്വൽ ടു സി. കാരണം എന്തുകൊണ്ടാ? മൈനസ് കെ ഇൻറ്റു സീറോ എത്രയാ? അപ്പൊ ഈ ഇക്വേഷനിൽ സി എന്ന് പറഞ്ഞാൽ ആരാ? ഒക്കെ പറ, കറക്റ്റ് ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. നമുക്ക് സി അറിയാണ്ട് ചെയ്യാൻ പറ്റുമോ? ഇത് സി എന്താന്ന് കിട്ടണ്ട, ഒരു വാല്യൂ ഇട്ട് കൊടുക്കണ്ട അവിടെ, എന്നാലേ ഈ ഇക്വേഷൻ പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പൊ ടിയുടെ വാല്യൂ സീറോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആരെ സോൾവ് ചെയ്യാണ്? സീനെ സോൾവ് ചെയ്യാണ്. ഇനി ഇത് എവിടെ കൊണ്ട് കൊടുക്കാം? ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിക്കാം. ഇനി ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇടാം. ബോർഡിൽ ശ്രദ്ധിച്ച് തിരക്കൂട്ടല്ല, ഇനി ഇവിടെ ശ്രദ്ധിക്കുന്നത് എഴുതാം. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് എ ഈക്വൽ ടു റെഡി ചെയ്തേ മൈനസ് കെ ടി. ഈ സി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, സി എന്ന് പറഞ്ഞാൽ സീറോയുടെ റിയാക്ഷന്റെ കേസില് ആരാ? സീറോ എന്ന് പറയല്ലേ? പറയാത് എന്താ? ഇനീഷ്യൽ. ഒന്നുകൂടെ പറഞ്ഞേ, ഇവിടെ സി എന്ന് പറഞ്ഞാൽ സീറോയുടെ റിയാക്ഷന്റെ കേസില് എല്ലായിടത്തും പദാവോ അല്ല, സീറോയുടെ റിയാക്ഷന്റെ കേസില് എന്താണ് ഇനി. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് സിക്ക് പകരം മാറ്റി കൊടുക്കാം, A0 കൊടുക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒന്നുകൂടെ എളുപ്പമായി ചെയ്യാം. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കെ എന്നുള്ള രീതിയിലേക്ക് ആ സാധനം മാറ്റിയിടാം. ഗ്രാഫ് വരച്ചിട്ട് മാറ്റാം അല്ലെ? ഓക്കെ, അപ്പൊ ഇതുവരെ എത്തി. ശ്രദ്ധിക്കുക, ഇതിന് വേരിയബിൾസ് എന്തൊക്കെയാ മക്കളെ? വേരിയബിൾസ് ഏതൊക്കെ ഇതിൽ വേരിയബിൾ? എ മാറില്ലേ? ഈ സാധനം മാറില്ലേ? മാറും. എന്ത് മാറുന്നതനുസരിച്ച്? ടൈം. ഇത് മാറും ഇല്ലേ? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ ആണ്. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ വാല്യൂ ആദ്യത്തെ വാല്യൂ തന്നെയാണ് അല്ലെ? ശ്രദ്ധിക്കുക, y ഈക്വൽ ടു mx പ്ലസ് സി ഫോർമാറ്റിലല്ലേ ഇത്? ആണോ? എന്ത് ഈ y ഈക്വൽ ടു mx പ്ലസ് സി? എന്തിന്റെ ഇക്വേഷനാ? സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. അത് കറക്റ്റ് ആണ്. എന്താ? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. എന്തിന്റെ ഇക്വേഷനാ? സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. ആരൊക്കെ വേരിയബിൾസ് ഇതില്? വൈയും എക്സും. വൈക്ക് പകരം ഇവിടെ ആരാ? എയുടെ കോൺസെൻട്രേഷൻ അറ്റ് എനി ടൈം അല്ലേ? എക്സിന്റെ പൊസിഷനിൽ ആരാ? ടി. വൈയും എക്സും വേരിയബിൾ ആണ്. അതിന് പകരം ഇവിടെ ആരാ? കോൺസെൻട്രേഷൻ ഓഫ് എയും പിന്നെ ആരാ? ടിയും. മാസ്റ്റർ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണമെന്ന് കരുതുക. വൈ ആക്സിസിൽ ആരാ? വൈ ആക്സിസിൽ ആരാ? എ എന്ന് പറഞ്ഞാൽ വെറും എ അല്ല, കോൺസെൻട്രേഷൻ ഓഫ് എ. എക്സ് ആക്സിസിൽ ആരാ? ടൈം. നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നെഗറ്റീവ് സ്ലോപ്പ് ആണോ പോസിറ്റീവ് സ്ലോപ്പ് ആണോ? എം എന്താ? എം എന്താ? ഓർക്കെ പറ. എമ്മിന്റെ പകരം ഇവിടെ എന്താ? മൈനസ് കെ. അപ്പൊ എന്ത് സ്ലോപ്പാ? അപ്പൊ ഇന്ത്യയിലല്ലടാ മക്കളെ ഗ്രാഫ് വരിക? ആണോ? ഇവിടെ ശ്രദ്ധിക്കേ, കാഫേരോടെ ശ്രദ്ധിക്ക്, ശ്രദ്ധ പോണ്ട. ഇങ്ങനെയല്ല വരിക. എന്താ സി? സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനിൽ സി എന്താ? ഇന്റർസെപ്റ്റ്. എന്ത് ഇന്റർസെപ്റ്റാ? വൈ ഇന്റർസെപ്റ്റ്. എന്ത് ഇന്റർസെപ്റ്റാ? വൈ ഇന്റർസെപ്റ്റ്. ആണോ? അപ്പൊ ഞാൻ ഈ സ്ട്രെയിറ്റ് ലൈൻ പുറകിലേക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് വൈ ആക്സിസിൽ വന്ന് മുട്ടുന്ന പോയിന്റ് ഏതായിരിക്കും? വൈയിൽ ഇന്റർസെപ്റ്റ് ചെയ്ത പോയിന്റ് ഏതാ? വൈ ഇന്റർസെപ്റ്റ് സി ആണ്. സിക്ക് പകരം ആരാ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പൊ സീറോ ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫ് ഈ നിലയ്ക്കാണ് വരുന്നത്. സ്ലോപ്പ് എന്താ? ഇതിന്റെ സ്ലോപ്പ് എന്താന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? എന്ത് ചെയ്യാം? സ്ലോപ്പ് എന്താ? മൈനസ് കെ. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് കെ. ക്ലിയർ? കഴിഞ്ഞിട്ടില്ല, ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാം. ഇതുവരെ നമ്മൾ ചെയ്തു അല്ലെ? A0 മാഷ് സോറി KT ഇങ്ങോട്ട് കൊണ്ടൊക്കെ ഇവിടെ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്തു പോകാനുണ്ട്. അതാണ് ഫൈനൽ ഇക്വേഷൻ. KT ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടെ ശ്രദ്ധിക്കേ, എഴുതാം, സമയം തരാം. KT ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ അതെന്താ? ഇവിടെ എന്ത് കിട്ടിയത്? വായിച്ചു. ഇവിടെ എന്ത് കിട്ടിയ? മൈനസ് KT. അപ്പൊ നിങ്ങൾ വരുമ്പോ എന്താവും? പ്ലസ് KT. ഇവിടെ ഓൾറെഡി ആരുണ്ട്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ A0 ഉണ്ട് അല്ലെ? അപ്പുറത്തുനിന്ന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോട്ടെ. അപ്പൊ എന്താ വരിക? അത് എന്ത് ചെയ്യാവും? മൈനസ് A ആവും. തീരെ അങ്ങോട്ട് ചാടിക്കട്ടെ. അപ്പൊ എന്താ വരിക? K ഈക്വൽ ടു A0 മൈനസ് A ഓൾ ഡിവൈഡഡ് ബൈ T. ശ്രദ്ധിക്കണം കേട്ടോ, ടേമുകൾ ശ്രദ്ധിക്കും. വാട്ട് ഈസ് K? K എന്താ? എന്ത് കോൺസ്റ്റന്റ്? ഒക്കെ പറ. What is A0? What is A?
കോൺസെൻട്രേഷൻ ആഫ്റ്റർ t സെക്കൻഡ് അല്ലെങ്കിൽ ആഫ്റ്റർ ടൈം t. അപ്പൊ നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് ഏത് കോൺസെൻട്രേഷൻ അറിയാം? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അറിയാം. ആ റിയാക്ഷന്റെ എന്തറിയാം? റേറ്റ് കോൺസ്റ്റന്റും അറിയാം. അപ്പോൾ t സെക്കൻഡിന് ശേഷമുള്ള കാണാൻ പറ്റില്ലേ? അപ്പൊ ഇനി ടൈമിൽ റിമൈനിങ് ആയിട്ടുള്ള എന്ത് കാണാം? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് നിങ്ങൾക്ക് കാണാം. ഇതാണ് അപ്പൊ അതിന്റെ എന്ത് വരുന്ന ഇക്വേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഡെറിവേഷൻ ഇടയ്ക്ക് ചോദിക്കാറില്ല, പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫ് നോട്ട് ചെയ്യും. അപ്പൊ ഇക്വേഷൻ ഒന്ന് പഠിച്ച കൈയോടെ k ഈക്വൽ, ഇത് ആർക്ക് മാത്രമുള്ളതാ? സീറോ ഓർഡർ റിലേഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് ഓർഡർ ഇങ്ങനെയാണെന്നുണ്ടാ ഇല്ല. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താണ് സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷൻ? റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ k ഈക്വൽ ടു A0 minus A divided by T. ടേമുകൾ പഠിക്കണം. വാട്ട് ഈസ് K? വാട്ട് ഈസ് A0? വാട്ട് ഈസ് A? ആഫ്റ്റർ ടൈം T. നമുക്ക് എത്ര സമയം കഴിഞ്ഞിട്ടുള്ള കോൺസെൻട്രേഷൻ ആണോ വേണ്ടേ, ആ കോൺസെൻട്രേഷൻ ആണ് എന്ത് A എന്ന് പറയുന്നത്. ക്ലിയർ? ആ കോൺസെൻട്രേഷൻ ആണ് എന്ത് A എന്ന് പറയുന്നത്. T എന്താ ടൈം, പ്രശ്നമില്ലല്ലോ. ശ്രദ്ധിക്കുക, ഗ്രാഫ് എന്താ പറയുന്നത്? സ്ട്രെയിറ്റ് ലൈൻ. എന്ത് സ്ലോപ്പാ? നെഗറ്റീവ് k, നെഗറ്റീവ് സ്ലോപ്പ്. എക്സ്ട്രാപോളേറ്റ് ചെയ്യുമ്പോൾ y ആക്സിസിൽ മുട്ട എവിടെ പോയിട്ടാണ്? എവിടെ പോയിട്ടാ? A0. A0 എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ. ഏത് ഓർഡർ റിയാക്ഷനാ? സീറോ ഓർഡറിന് മാത്രമാണ് ഇത് ബാധകമുള്ളൂ. ഫസ്റ്റ് ഓർഡറിനെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓർഡർ വേറെ ചെയ്യണം. ഇത് കൈയോടെ അവസാനിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇത് ഇന്റഗ്രേഷന്റെ ഭാഗം ചിലപ്പോൾ പുതിയ വന്ന ആളുകൾക്കോ പഴയ ആളുകൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടേണ്ടതാണ് അല്ലേ? അവള് കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷനിലൊക്കെ ഇഷ്ടം പോലെ ചെയ്ത് പഠിച്ചത് പ്രാക്ടീസ് ഉണ്ടാവേണ്ടതാണ്. പുതിയ ആളുകൾക്ക് അറിയില്ല എന്നല്ല, നമുക്കറിയില്ലല്ലോ. അപ്പൊ പുതിയ ആൾക്കാർക്ക് ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാന്നല്ലോ. ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഇന്റഗ്രേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ പഠിക്കാത്തൊരു സാധനം വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്? ആ ടൂൾ എടുത്ത് പോണേ. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പോകുന്ന കാര്യമില്ല. ആ ഇക്വേഷൻസ് ഒന്ന് ഫ്രെയിം ചെയ്ത് മുന്നോട്ട് പോകും. അവൾ പഠിക്കും. ഈ കാൽക്കുലേഷൻ ഡിഫറൻസിയേഷൻ കഴിഞ്ഞ് നമ്മൾ ഇന്റഗ്രേഷൻ ഒക്കെ നോക്കാം. ഓക്കെ, അതെ. നാളെ വരുമ്പോഴേ ഒരു കാര്യം ചെയ്യണം, മാത്തമാറ്റിക്സ് ഒന്ന് ചെയ്യണം കേട്ടോ. സെക്കൻഡ് എക്സസൈസ് അല്ല നമ്മൾ ചെയ്തേ 5.2. ഒരു കാര്യം ചെയ്തേ, ഇതിന്റെ എഴുത്തൊക്കെ അവിടെ നിർത്തി വെച്ചേ. 8 വരികളെ കണക്കുകളല്ലേ ചെയ്ത് കാണിച്ചുകൊണ്ടെന്ന്. അത് കാണിക്കാത്തവരായിരിക്കുക? എല്ലാവരും കാണിച്ചു. ആദിത്യ കാണിച്ചോളൂ അല്ലെ? ആദിത്യ അയച്ചോ? അല്ല, കാണിച്ചു പിന്നീട്. സെക്കൻഡ് ക്ലാസ് കാണാം കേട്ടോ. മാത്സ് ക്ലാസ് കാണാത്തവരായിരിക്കും. ഇനിയും പുതിയത് വന്ന ആൾക്കാരാരാ? മാത്സിലേക്ക് അപ്പൊ വന്ന് നിന്നോളൂ. അത് അയച്ചുതരാം. ഫസ്റ്റത്തെ ക്ലാസ് കാണണം കേട്ടോ. മാത്സ് അത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നാലും അത് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മാഷിനെ പറഞ്ഞിട്ട് കാര്യം ഒന്നും മനസ്സിലാവില്ല. ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചടാ. അതൊന്നും എഴുതി വെച്ചാൽ മാത്സ് ചെയ്യാതെ എഴുതി വെച്ച് നീ മറക്കും. ഞാൻ പിന്നെ ഗ്രൂപ്പിൽ ഇടാൻ പറയും. വൈകുന്നേരം അവളെ എനിക്ക് ഓർമ്മ. എക്സാമ്പിൾ 24, എക്സാമ്പിൾ 24, എക്സാമ്പിൾ 25, എക്സാമ്പിൾ 26, എക്സാമ്പിൾ 27. കണ്ടവാനം നമുക്ക് വേണ്ട അല്ലെ? 5.3 1 തൊട്ട് 8 വരെ മതി. അപ്പൊ 12 കണക്കല്ലോ. 5.3 1 തൊട്ട് 8 വരെയുള്ള കണക്ക് ഇവിടെ എഴുതുന്നില്ലല്ലോ. എഴുതിക്കൊണ്ടിരുന്ന ശരി എഴുതി പഠിച്ചു വരണോ? ആ ക്ലാസ് കാണട്ടോ. മാത്സ് ശരിയായിട്ട് പഠിച്ചത് 1 തൊട്ട് 8 വരെയുള്ള കണക്ക്. പിന്നെ ഇൻവേഴ്സിന്റെ ആണ്. അത് നമുക്ക് 9 തൊട്ട് 15 വരെ അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യാം. അപ്പൊ ഒരു റൗണ്ട് എത്തി 5.4. അത് കഴിഞ്ഞ് മാത്സ് പിന്നെ ഇതിലേക്ക് എഴുതി അവസാനിപ്പിച്ച് ഈ സീറോ ഓർഡറിൽ എന്തെങ്കിലും സംശയം ചോദിച്ചു, ഏതെങ്കിലും സ്റ്റെപ്പുകൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. സമയം എന്തായി? പോറായ 8 മണി 8:10. ഫസ്റ്റ് ഓർഡർ കൂടെ ചെയ്യാം പോലെ. ഇതിന്റെ പ്രോഗ്രാംസ് ചെയ്ത് പഠിക്കാണ്ട് കേട്ടോ. ഇതിന്റെ ന്യൂമറൽസ് ചെയ്ത് പഠിക്കാണ്ട് ഫസ്റ്റ് ഓർഡർ കൂടെ ചെയ്ത് നോക്കാം. സംസാരിക്കാനല്ല പറഞ്ഞത്, ഒന്ന് നോക്കത്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ? പരസ്പരം ഡിസ്കസ് ചെയ്ത് നോക്കുക. നാളെ വരുമ്പോ ഒരു കാര്യം ചെയ്യണം. എല്ലാവരും കാൽക്കുലേറ്റർ കൊണ്ടുവരണം കേട്ടോ. കാൽക്കുലേറ്റർ കൊണ്ടുവരണം കേട്ടാ. എല്ലാവരും കാൽക്കുലേറ്റർ കൊണ്ടുവരണം. മനസ്സിലായ? കേൾക്കാത്തന്നെ കൊണ്ട് ചെയ്യും. കേൾക്കില്ല എന്നുള്ളൊരു ഓക്കെ അല്ലേ?
നാളെ കാൽക്കുലേറ്റർ കൊണ്ടുവരാൻ വേറെ കൂട്ടിക്കാം. എന്തായാലും എഴുതി വെച്ചോട്ടാ. അത് ഇവിടെ എഴുതി വെച്ചിട്ട് എഴുതി വെച്ചിട്ട് കൊണ്ടിട്ട് പോകും. ശരിയാവില്ല. ഇതിപ്പോ ഏത് റിയാക്ഷൻ മാത്രമേ പറ്റുള്ളൂ? ഇതിപ്പോ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? സീറോ ഓർഡറിന് മാത്രമേ പറ്റുള്ളൂ. ആർക്ക് മാത്രമേ പറ്റുള്ളൂ? സീറോ ഓർഡർ. ഈ റിയാക്ഷൻ ഒന്നുകൂടെ നോക്കാം നമുക്ക്. ഇതൊന്ന് അനലൈസ് ചെയ്ത് റിയാക്ഷൻ ഒന്ന് റീഡ് ചെയ്തേ. സീറോ ഓർഡറിന്റെ കേസിൽ എന്താ? K ഈക്വൽ ടു A0 മൈനസ് A ബൈ T. K എന്താ പറയണത്? A0 എന്താ? A എന്താ? കോൺസെൻട്രേഷൻ ആഫ്റ്റർ ടൈം T. T എന്താ? ടൈം. കുഴപ്പമില്ലല്ലോ, ഇതൊരു ഓക്കെ അല്ലേ? അപ്പൊ ഇനി ആരുടെ ചെയ്യാം? ഫസ്റ്റ് ഓർഡറിന്റെ എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ചെയ്യാം. ആരുടെയാണ്? ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ചെയ്യാം. ഓക്കെ, മാറ്റിയാണ് കേട്ടോ. അപ്പൊ സീറോ ഓർഡറിന് പകരം എന്താ? ഫസ്റ്റ് ഓർഡർ. ഇതിൽ സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും പ്രശ്നമില്ലല്ലോ? ഇത് നാളെ ഒരു പേര് പിടിച്ചു കൊണ്ടുവരണം കേട്ടോ. ഒരു 3 times എഴുതണം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യം പഠിക്കണ്ടേ നമുക്ക്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. മാത്സ് ആകെ 8 കണക്കുള്ള, ആകെ 5 പൈസയുടെ കണക്കാണ് കേട്ടണം. ചെറിയ സാധനങ്ങൾ പ്രൊഡക്റ്റ് വെക്കാണ്, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ എഴുതി 3 times എഴുതണം കേട്ടോ. സീറോ ഓർഡർ ഗ്രാഫ് അടക്കം വെച്ചോണ്ട് കേട്ടോ. പിന്നെ ഡെറിവേഷൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചോദിക്കാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ ഡെറിവേഷൻ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോ എങ്ങനെ വരിക? ഡിറൈവ് ദ എന്ത് ഇക്വേഷൻ കണ്ടുപിടിച്ചേ? ഡിറൈവ് ദ ഇന്റഗ്രേറ്റഡ്, ശ്രദ്ധിക്കേ, ഡിറൈവ് ദ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് ആര്? സീറോ ഓർഡർ റിയാക്ഷൻസ്. അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത എഴുതിക്കോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അടുത്ത എഴുതിക്കോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എഴുതാ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. കൺസിഡർ, സംസാരം കുറയ്ക്ക്. കൺസിഡർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ എ എന്തായിട്ട് മാറുന്നു? എ എന്തായിട്ട് മാറുന്നു? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു അല്ലെ? അപ്പൊ ഫസ്റ്റ് ഓർഡർ എന്തായിരിക്കും? റിയാക്ടൻസിന്റെ എത്രാമത്തെ പവറിനോട് കണക്ഷൻ? എത്ര? ഫസ്റ്റ് പവർ. ഫസ്റ്റ് പവർ എന്ന് വെച്ചാൽ എത്ര? 1 ആണോ? റിയാക്ടന്റിന്റെ എത്രാമത്തെ പവറിനോടാ? ഫസ്റ്റ് പവർ. നേരത്തെ എത്ര എഴുതി നമ്മള്? 0 അല്ലെ സോന? നേരത്തെ 0 ആണ് പറഞ്ഞല്ലേ? അൽവിന ഒന്ന് പറഞ്ഞേ, ഇതിന്റെ റേറ്റ് എന്താ വരിക? അൽവിന, എ പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നു. വാട്ട് ഈസ് ദ റേറ്റ്? K കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 1. കറക്റ്റ് അല്ലേ പറഞ്ഞ? ശ്രദ്ധിക്കേ, ശ്രദ്ധ കളയല്ലേ. ഒരു ചെറിയൊരു കാര്യം ഇവിടെ മുൻകൂട്ടി തന്നെ എഴുതിയിടാം, അപ്പൊ പ്രശ്നമില്ലല്ലോ. ഇന്റഗ്രൽ 1/x dx. മക്കളെ, log x ന്റെ ഡിഫറൻഷ്യൽ എന്താ? log x ന്റെ ഡിഫറൻഷ്യൽ എന്താ? അപ്പൊ 1/x ന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? log x. ഈ ഇന്റഗ്രലും ഡിഫറൻഷ്യലുള്ള കളി അതാ. ആന്റി ഡിഫറൻസിയേഷനെയാണ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അത് പഠിപ്പിക്കാൻ ഉദ്ദേശമല്ല, എന്നാലും പറയാം. log x ന്റെ ഡിഫറൻഷ്യൽ എന്താ? 1/x അല്ലേ? അല്ലേ? അതെ. എനിക്ക് കൺഫ്യൂഷൻ അത് തന്നെ. അപ്പൊ 1/x ന്റെ ഇന്റഗ്രൽ എന്താ വരിക? log x. ഇവിടെ തൽക്കാലം നാച്ചുറൽ ലോഗരിതം അല്ല, എക്സ്പോണൻഷ്യൽ ലോഗരിതം ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. അതാണ് ln x. നമ്മൾ അവിടെ പറയുന്ന LOG ആണ് അല്ലെ? LOG എന്ന് പറയുമ്പോ ആ ലോഗിന്റെ ബേസ് എത്രയാണ്? 10 ആണ്. ln എന്ന് പറയുമ്പോ അതിന്റെ ബേസ് എത്രയാണ്? e റേസ് ടു x ആണ്. അതാണ് വ്യത്യാസം. അതിന്റെ മാക്സ് നോക്കണ്ട. LOGക്ക് പകരം എന്ത്? ln ആണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് ln നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? LOGയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ലോഗരിതം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ലോഗരിതം അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അത് പഠിപ്പിക്കാൻ നിങ്ങൾ കയ്യിലേക്ക് പോകേണ്ട കാര്യമാവുന്ന. ലോഗ് എന്ന് വെച്ചാൽ പവറിന്റെ ടേമിൽ എഴുതുക. എന്താ ലോഗ്? ലോഗ് ജസ്റ്റ് ഒന്ന് പറയാൻ വേണേ ജസ്റ്റ് കഴിയുന്നത്. 2⁻³ ഈക്വൽ ടു എത്രയാണ്? 8. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് എന്താ അറിയോ? ലോഗ് എത്ര? ഇവിടെ ശ്രദ്ധിക്കടാ, ലോഗ് എത്രയാ? ബേസ് ടു ദ ബേസ് എത്രയാ? 2. ടു ദ ബേസ് എത്രയാ? അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 3. ഇതാണ് എന്ത്? ഈ ലോഗരിതം. അപ്പൊ log 8 to the base 2 3 എന്ന് പറഞ്ഞാൽ എന്താ? 2നെ
3യിലേക്ക് എന്ത് ചെയ്യാം? റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 8 കിട്ടും. അപ്പൊ ലോഗ് 100 to the base 10 എത്രയാ? പറഞ്ഞ എത്രയാ? ആലോചിച്ച് പറയട്ട. 100നെ 10നെ ഏതിലേക്ക് റൈസ് ചെയ്താലാണ് 100 കിട്ടുക? 2 ആണോ? ശരിയല്ലേ? മനസ്സിലാവണ്ട? പിടികിട്ടണ്ട? ശ്രദ്ധിക്ക് സംസാരിക്കുന്നോട് ശ്രദ്ധിക്ക്. ഇത് പറഞ്ഞേ ലോഗ് 10 to the base 10 എത്രയാ? 1. പിടികിട്ടണ്ട പറയുന്നത്? ഇത്രയുള്ള സംഭവം. ഇതാണ് ലോഗരിതം. അതില് ബേസ് മാറുന്നതനുസരിച്ചാണ് എല്ലും ജിയും ആവണേ. എൽ എന്ന് പറഞ്ഞാൽ ആരാ ബേസ്? ഇ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. നമ്മൾ ഈ റേസ് ടു എക്സ് ഒക്കെ പഠിച്ചില്ലേ? 2.303 ആണ് അതിന്റെ വാല്യൂ വരുന്നത്, എക്സ് ഇയുടെ വാല്യൂ. എല്ലോ ജി ആണെങ്കിൽ ബേസ് എത്രയായി? ബേസ് എത്ര വരിക? 10. അതാണ് എന്റെ ഒരു കണക്ക്. കുഴപ്പമില്ലല്ലോ. ചെറിയൊരു കാരണം ലോഗിനെ കുറിച്ച് ഇത് പഠിപ്പിക്കാനില്ല, നമുക്ക് ജസ്റ്റ് പറഞ്ഞു മാത്രം. ക്ലിയർ? നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം അതാണ്. ഈ സ്റ്റേറ്റുകാർക്ക് എന്ത് പഠിക്കാനേ ഇല്ല. സ്റ്റേറ്റുകാർക്ക് ചെറിയ ക്ലാസ്സുകളിൽ എവിടെ എന്ത് കാണില്ല? ലോഗരിതം കാണില്ല. ഈ ലോഗരിതം എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമില്ലാണ്ട് വന്നേ? ലോഗരിതം ആവശ്യമില്ലാണ്ട് വന്നതിന്റെ കാരണം എന്ത് കണ്ടുപിടിച്ച കാരണം? കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച കാരണം. പണ്ടൊക്കെ പരീക്ഷയ്ക്ക് ലോഗരിതം ടേബിളും കൊണ്ടു പോകണ്ടേ. അപ്പൊ വലിയ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോ ഏത് നോക്കിയിട്ട് ചെയ്യാം? ലോഗരിതം ടേബിൾ നോക്കിയിട്ട് ചെയ്യാം. മനസ്സിലായോ? അതായത് ഇപ്പൊ വലിയ നമ്പർ 516 ഇൻറ്റു 7676 വലിയ നമ്പർ 67 ഇങ്ങനത്തെ നമ്പർ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പരീക്ഷ ചെയ്ത് പോകാൻ പറ്റുമോ? ഇല്ല. കാൽക്കുലേറ്ററിൽ കുറച്ച് പണിയാണ്. അപ്പൊ എന്താ ചെയ്യാന്ന് കഴിഞ്ഞാലേ ഇതിന്റെ ലോഗ് എടുക്കും. ലോഗ് എടുക്കുമ്പോ എന്താ? ലോഗ് 516 ഇങ്ങനെ. അപ്പൊ ലോഗ് 516 എങ്ങനെ എഴുതാം? ലോഗ് 516 പറഞ്ഞേ പറയണ ഒന്ന്. ഓ ലോഗ് 516 ലോഗ് എ ഇൻറ്റു പി എന്താ? അപ്പൊ അതുപോലെ പറ ലോഗ് 516 പ്ലസ് ലോഗ് 78 ആണോ? എന്നിട്ട് ഈ 516 ലോഗ് ഒരു വാല്യൂ ഉണ്ടാവും. 516 ലോഗ് എത്രയാണെന്ന് കരുതാം? 016 കരുതാം. ഇതിനൊരു വാല്യൂ ഉണ്ടാവും. അത് ആ ടേബിളിൽ നോക്കി കിട്ടുന്നത് 17 കരുതുക. വെറുതെ ഒരു രസത്തിന് കൂട്ടുമ്പോ എത്ര കിട്ടി? 3 4 കിട്ടി എന്ന് കരുതുക. 3 3 എത്രയാ? അപ്പൊ എന്ത് കിട്ടി? ഇതിപ്പോ എന്തിന്റെ വാല്യൂ കിട്ടിയാണ്? ലോഗിന്റെ വാല്യൂ. ലോഗ് ഇതിന്റെ ഇതാണ് ഇപ്പൊ കിട്ടിയാണ് അല്ലെ? എന്നിട്ട് ഇതിന്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യും? ഇതിന്റെ എന്ത് കാണും? ആന്റി ലോഗ്. അപ്പൊ ആന്റി ലോഗ് കാണാനുള്ള ഒരു പേപ്പർ ഉണ്ട്. അതിലെടുത്തിട്ട് ഇതിന്റെ ആന്റി ലോഗ് നോക്കും. അപ്പൊ അതിന്റെ നമ്പർ കിട്ടും അല്ലെ? 2024 അപ്പൊ പെട്ടെന്ന് എന്ത് കിട്ടും? ഇത്ര കിട്ടും. ഈ പരിപാടി പിന്നെയാണ്. മനസ്സിലായോ? പറഞ്ഞ ലോഗരിതമിക് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ടേബിൾ ഉണ്ട്. എല്ലാ നമ്പറുകളിലും ലോഗുകളൊക്കെ എഴുതിയിട്ട് ഒരു ടേബിൾ ഉണ്ട്. ആന്റി ലോഗിന്റെ എന്തുണ്ട്? ടേബിൾ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അതിന്റെ കളികൾ. അപ്പൊ അതിലേക്കൊക്കെ പോണ നമ്മള് വേണ്ട, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ലോഗ് അതാണ് ലോഗ് പഠിക്കില്ലാത്ത. ഇനി ഇവിടത്തെ ആവശ്യത്തിനുള്ള കാര്യം തൽക്കാലം നോക്കാം. എന്നിട്ട് പതുക്കെ പരിപാടി അവസാനിപ്പിക്കാം. അപ്പൊ ഇന്റഗ്രൽ 1/x dx എന്താ? ഇന്റഗ്രേഷനിൽ നമ്മൾ എന്താ കാണുക? നമ്മൾ ഡിഫറൻസിയേഷനിൽ ഇന്റഗ്രേഷനിൽ ഏത് ബേസ് ഉപയോഗിക്കണേ? ഒന്ന് പറയടാ വേഗം. എത്രയാ? 10. അതുകൊണ്ടാണ് അവിടെ നേരിട്ട് എന്ത് വരണേ? LOG എഴുതാറ് നമ്മള്. ഇവിടെ ബേസ് എന്താ ഉപയോഗിക്കണേ? E ആണ്. അതുകൊണ്ടാണ് എന്ത് എഴുതിയണേ? L N. ബാക്കി റൂളൊക്കെ എന്താണ്? സെയിം തന്നെ. ഇത് ലോഗ് ln a ഇൻറ്റു ബി. അപ്പൊ എന്തായിരിക്കും? ln a പ്ലസ് ln b. ലോഗ് a ഇൻറ്റു ബി എന്താ? ലോഗ് a പ്ലസ് ബി അല്ലേ? ലോഗ് a പ്ലസ് ലോഗ് ബി. ആ റൂളൊക്കെ പഴയ പോലെ സെയിം തന്നെ. നോക്കാം. ഈ സാധനമാണ് നമുക്ക് വേണ്ടത് ഇതില്. ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. ഇവിടെ ശ്രദ്ധിച്ചാൽ തിരിച്ചു വരാം. അപ്പൊ എന്ത് ഓർഡറാ? അവസാനിക്കുന്നത് ഓർഡർ എ എന്തായി? റേറ്റ് ഇക്വേഷൻ പറഞ്ഞു. റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു. വേറെ രീതിയിലും നമുക്ക് എന്ത് എഴുതാം? ഡിഫറൻഷ്യൽ ആയിട്ട് റേറ്റ് എഴുതാം അല്ലെ? ആനിമൽ ഒന്ന് പറഞ്ഞേക്കില്ലേ? റേറ്റ് ഇതിന്റെ റേറ്റ് എങ്ങനെ എഴുതാം? റേറ്റ് ഈക്വൽ ടു മൈനസ് a ബൈ d. എതിർപ്പുണ്ടോ മക്കളെ? ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. പ്രശ്നമില്ലല്ലോ. കൂടെ പതുക്കെ ആഡ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പൊ രണ്ട് ഇക്വേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ നേരത്തെ അതേ ഫോർമാറ്റ് ഇട്ടാ ഒരു വ്യത്യാസമില്ല. DA ബൈ DT ഈക്വൽ ടു K ഇൻറ്റു A. രണ്ട് ഇക്വേറ്റ് ചെയ്ത് എഴുതി. രണ്ടും എന്ത് ചെയ്ത് എഴുതി? ഇക്വേറ്റ് ചെയ്ത് എഴുതി. ഒരു മിനിറ്റ്. ഓക്കെ. ഇനി അറേഞ്ച് ചെയ്യണം അല്ലെ? എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണേ? അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ കൂടുതൽ ശ്രദ്ധിച്ചേ. ഏനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. DT-നെയും മൈനസിനെയും ഇങ്ങോട്ട് കൊണ്ടുപോകണം.
അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. എനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഡി ടിനും മൈനസിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണു, അപ്പുറത്തേക്ക് കൊണ്ടുപോകണം എഴുതുക അല്ലെ എന്താ. അപ്പൊ എന്താ വരിക? ഇവിടെ ഓൾറെഡി ആരുണ്ട്? ഇവിടെ നന്നായി ശ്രദ്ധിക്കട്ട. പിന്നെ കിട്ടിയില്ല പറഞ്ഞ കാര്യം. ഇവിടെ ഓൾറെഡി ആരുണ്ട്? ഡി എ ഉണ്ട്, മൈനസ് ഡി ഉണ്ട്. മൈനസിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പുറത്തുനിന്ന് ആരാ വന്നേ? അതെങ്ങടാ വരിക? താഴേക്ക്. ഈക്വൽ ടു അങ്ങടെ ആരാ പോയേ? മൈനസും ഡി ടിയും. അവിടെ ഓൾറെഡി ആരുണ്ട്? കെ ഉണ്ട്. അപ്പൊ മൈനസ് അവിടെ എത്തി, അവിടെ ഓൾറെഡി കെ ഉണ്ട്. അവിടേക്ക് ആര് വന്നു? അടിയുടെ ഡി ടി വന്ന് മുകളിലേക്ക്. കുഴപ്പമില്ലല്ലോ, ഇതുവരെ പെർഫെക്റ്റ് അല്ലേ? ശരിയല്ലോ. ഇനി എന്ത് ചെയ്യാം? നേരത്തെ അതേ ഫോർമാറ്റ്. ഇന്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്. ഇന്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്. ഇന്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്. ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഡി എ ബൈ എ is equal to integral minus k dt. ഓക്കെ, ആ വേരിയബിൾസ് ഒന്ന് പുറത്തേക്ക് എടുക്കുക അല്ലെ. ആരായാലും വേരിയബിളിനെ അല്ല, കോൺസ്റ്റന്റിന്. ആരായാലും കോൺസ്റ്റന്റ്? ആരാ കോൺസ്റ്റന്റ്? മൈനസ് കെ. അപ്പൊ ഇന്റഗ്രൽ ഡി എ ബൈ എ is equal to minus k into dt. എതിർപ്പില്ലല്ലോ, മാത്സ് കറക്റ്റ് അല്ലേ? ക്വസ്റ്റൻ ഇല്ലല്ലോ. നിങ്ങൾ ഉത്തരം പറയണോട്ടോ അവിടെ, നല്ല വളരെ സന്തോഷമാവുള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിന്റെ ഉത്തരം പറഞ്ഞത് ഡി എ ബൈ എ. എന്ത് ഉത്തരം? ഡി എ ബൈ എ കമ്പാരിറ്റീവ് പറഞ്ഞു. ഡി എ ബൈ എ എന്താ? എ വെറുതെ എ ആണോ? എന്ത് ചെയ്യാ? എന്ത് ചെയ്യാ വരിക? എൽ എൻ എ. എതിർപ്പുണ്ടാ? അപ്പുറത്തുണ്ടല്ലോ. എന്താ അപ്പുറത്തുള്ളത്? എന്താ അപ്പുറത്ത് എഴുതി വെച്ചിട്ട് കൃത്യമായിട്ട്? ഡി എക്സ് ഡി എ ബൈ എക്സ് അങ്ങനെ വായിക്കാലോ. അപ്പൊ ഡി എ ബൈ എ എന്താ വരിക? ലോഗ് എ. അത് എന്ത് ലോഗ് എഴുതുന്ന പറഞ്ഞു. അപ്പൊ ഇതിന് പകരം മാഷ് എൽ എൻ എതിർപ്പുണ്ടോ? is equal to minus k into what is integral dt? പറഞ്ഞടാ. ടി. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടി പ്ലസ് സി എന്താ? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രൽ കോൺസ്റ്റന്റ്. ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഉണ്ടാവുക? വെൻ ആലോചിക്കുക. വെൻ കറക്റ്റ് ആണ്. വെൻ ടി ഈക്വൽ ടു 0. പഴയ ഫോർമാറ്റ് തന്നെ. അതിൽ വ്യത്യാസം എന്താ? ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. എന്താ വ്യത്യാസം വന്നത്? ഇവിടെ എത്ര വന്നു? അപ്പൊ ഇപ്പൊ ആരും കൂടെ ഇറങ്ങി വരികയാണ്. കോൺസെൻട്രേഷൻ ഓഫ് എ എല്ലാവർക്കും കൂടെ വന്നു. അപ്പൊ ആ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഇന്റഗ്രൽ മാറി. നേരത്തെ എന്തുണ്ടായേ? എ റേസ് ടു എത്ര വന്നു? അപ്പൊ അതങ്ങോട്ട് പോയി, ബാക്കിയുള്ളത് വെച്ച് ചെയ്തു. ഇപ്പൊ എന്ത് വന്നു? എ റേസ് ടു 1 വന്നു എന്നുള്ളൊരു വ്യത്യാസം. അപ്പൊ ഈ ഒരു മിനിറ്റ് എന്താ എ? കോൺസെൻട്രേഷൻ ഓഫ് എ പറയും ആഫ്റ്റർ ടൈം ടി അല്ലെങ്കിൽ ടി സെക്കൻഡ്. കുഴപ്പമില്ലല്ലോ. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്ത് ലോഗരിതത്തിലാണ് വന്നേണേ മാത്രം. അപ്പൊ ഇനി അത് അവസാനിപ്പിക്കാം. പറഞ്ഞേ വെൻ ടി ഈക്വൽ ടു എത്രയാ? 0. അപ്പൊ ആ ടൈമിലത്തെ ഏനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പറയ്. A0 എന്ന് വിളിക്കാം. അപ്പൊ ഇതിന് നമ്പർ ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക അല്ലെ. ഈ ഡാറ്റയൊക്കെ എവിടെ കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. അപ്പൊ എന്താ എഴുതാൻ പറ്റും? ഇനി പറഞ്ഞിട്ട് എഴുതാം. എൽ എൻ എന്താ വരിക? എൽ എൻ ആ ഡാറ്റ കൊടുക്കുമ്പോ എൽ എൻ എന്താ വരിക? എൽ എൻ A0. വെരി ഗുഡ്. എൽ എൻ A0. ശരിയല്ലടാ. ശ്രദ്ധ കളയല്ലേ. ഇവിടെ ശ്രദ്ധിക്കുന്നൊക്കെ വെള്ളം കുടിക്കാൻ പോയി. കുറച്ച് വെള്ളം ഇതാച്ചിട്ട് പാടില്ല. എന്താ വരിക? എൽ എൻ A0 അല്ലെ. എൽ എൻ A0 എൽ എൻ A0 മൈനസ് എന്താ വരിക? മൈനസ് ഒന്ന് പറഞ്ഞ അവസാനിപ്പിക്കടാ. മൈനസ് കെ ഇൻറ്റു 0 പ്ലസ് സി. അങ്ങനെ എഴുതി അവസാനിപ്പിച്ച് അപ്പൊ എന്താ വരിക? എൽ എൻ A0 ഈക്വൽ ടു സി. കാരണം എന്താ? മൈനസ് കെ ഇൻറ്റു 0 എന്താ വരിക? മൈനസ് കെ ഇൻറ്റു 0 എന്ത് വരും? 0 ആയിട്ട് പോയി. അതിനെ എവിടെ കൊടുക്കണം? ഇത് ഇക്വേഷൻ നമ്പർ 4 ആക്കാം അല്ലെ. അപ്പൊ എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 4 in equation 3. Substitute equation 4 in equation 3. കുഴപ്പമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.
അല്ലാണ്ട് കാര്യമില്ല. ഇപ്പൊ പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോഴേ നമ്മള് രണ്ട് രീതിയിൽ വരും. ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ടോ. നമ്മൾ പഠിപ്പിച്ച ടീച്ചർമാരെ വെച്ചിട്ട് പറയുന്നത്, അതായത് ചില ആൾക്കാരോട് നമ്മൾ സംശയം ചോദിച്ചാൽ അവർ എന്ത് ചെയ്യും, ചിലപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരും. ചില ആൾക്കാരോട് സംശയം ചോദിച്ചാൽ ചിലപ്പോൾ അവർ എന്ത് ചെയ്യില്ല, പറഞ്ഞു തരാനുള്ള ഉദ്ദേശം ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർ എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് പോകാനുള്ള സ്കീമിലുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ കുട്ടികളുടെ ഭാഗത്ത് എന്താ പ്രശ്നം? രണ്ട് തരത്തിലുള്ള കുട്ടികളുണ്ട്. രണ്ട് തരത്തിൽ നമുക്കൊരു ക്ലാസ്സിനെ അപ്രോച്ച് ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? ഒരു രീതി എന്ന് പറയുന്നത് എന്താ, ഒരാളൊരു കാര്യം പറയുന്നത്, അത് ക്ലാസിന്റെ കേസിനല്ല എന്തോ ആയിക്കോട്ടെ, ഒരാളൊരു കാര്യം നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്കൊരു പുതിയ കാര്യം ഒരാൾ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, അയാൾ പറയണു, നിങ്ങളത് എന്ത് ചെയ്യണം, കേൾക്കണം. അപ്പൊ അയാൾ പറയണതിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്താണ് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ് അല്ലേ? അത് ആര് പഠിപ്പിച്ചാലും ഉണ്ടാവും. ആര് നിങ്ങൾക്ക് എന്തൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അയാൾ പറഞ്ഞ വഴിക്ക് എല്ലാം മനസ്സിലാവണമെന്ന് വാശി പിടിച്ച് ശരിയാവും ഇല്ല. നിങ്ങൾക്ക് ഒട്ടും അറിയാത്തൊരു കാര്യം നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാണ്. അപ്പൊ അയാൾ പറഞ്ഞ കാര്യം ചിലപ്പോൾ ചില സമയത്ത് മനസ്സിലാവില്ല അല്ലേ, കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതിൽ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ കാണാം. ഒന്ന്, മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾ അയാളോട് എന്ത് ചെയ്യുക, ചോദിക്കുക അല്ലേ. ഇവിടെ താൻ പറഞ്ഞത് മനസ്സിലായില്ല, ഇതെന്താ അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ അയാൾ വീണ്ടും അത് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ ആ രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് ആ കാര്യം ചിലപ്പോൾ എന്താവും, കറക്റ്റ് ആവും. വീണ്ടും മുന്നോട്ട് പോകണം, നിങ്ങൾക്ക് ഒരു സംശയം വരുന്നത്, നിങ്ങൾ വീണ്ടും ചോദിക്കുന്നോട് ഇവിടെ മനസ്സിലായില്ല, ഇതെന്തുണ്ടായി ഇവിടെ, ഒന്നുകൂടെ പറയാൻ പറ്റും, ക്ലിയർ ആയില്ല. അപ്പൊ അത് അങ്ങനെ പോകും. അങ്ങനെ നിങ്ങൾക്ക് ആ ക്ലാസ്സിനെ അപ്രോച്ച് ചെയ്യാം അല്ലേ. ഇത് ഒരു മെത്തേഡ്. വേറൊരു മെത്തേഡ് ഉണ്ട്, അതെന്താന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൂടി റിലേറ്റ് ചെയ്യാനും പറ്റും. ആ വേറൊരു മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആളൊരു കാര്യം പറയും, ആളിങ്ങനെ പറഞ്ഞു പോകണം. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്താവണില്ല, ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ എടുക്കണ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, എന്തുട്ട് ഈ പറയുന്നത്, കയ്യിൽ പോയി സാധനം, എന്താണ് കയ്യിൽ പോയി. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആകെ കിളി പറഞ്ഞൊരവസ്ഥയില് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഗ്ലോറിഫൈ ചെയ്ത് വെക്കിയിരിക്കും. പറയുന്നത് മനസ്സിലാവണ്ട, നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ പറയോ, ഇത് ആകെ പ്രശ്നമുള്ള സാധനം, ഇതൊക്കെ എന്തൊരു സാധനം, അപ്പൊ അതൊന്നും നമ്മളോട് പറ്റില്ല. ആ സാധനം അവിടെ ഇടും. മനസ്സിലായ പറഞ്ഞത്? എന്നിട്ട് മനസ്സിലാവാത്തതിനെ എന്ത് ചെയ്യും, അത് എന്താണെന്ന് കരുതരുത്, അത് വലിയ കാര്യമാണെന്ന് കരുതരുത്. പിടി കിട്ടിയാ പറഞ്ഞത്? ഗ്ലോറിഫൈ ചെയ്യരുത്. കഴിഞ്ഞ കൊല്ലം പറയാറുണ്ട് ഞാൻ, തോറ്റു വരണതിന് എന്ത് ചെയ്യരുത്. കഴിഞ്ഞ കൊല്ലം പറഞ്ഞിരുന്നു നമ്മള്, തോറ്റു വന്നത് വലിയ കാര്യമായിട്ട് ഇരിക്കുന്ന കാണാം. വലിയൊരു പേപ്പർ കൊടുത്തു, പൊട്ടിയിടാ, പൊട്ടിയിടാ, അങ്ങനെ ഇരിക്കും. എന്തെങ്കിലും വിഷമം തോന്നണ്ടേ, നീ പൊട്ടിയിടാ, ഞാനും പൊട്ടിയിടാ, അങ്ങനത്തെ ഒരു അപ്രോച്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ തോൽക്കണേനോ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം പരാജയമാണെങ്കിൽ എന്ത് ചെയ്യാൻ ശ്രമിക്കരുത്, ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കരുത്. മനസ്സിലായി? ആ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശീലവും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് ഇതിങ്ങനെ എടുക്കണതിന്റെ ഇടയിൽ വെറുതെ ചപ്പളച്ചടിച്ചിരിക്കണത് വലിയ വലിയ സംഭവമായിട്ട് തോന്നും. മനസ്സിലാവുണ്ടാ പറയുന്നത്? അങ്ങനെ വരരുത്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് പിൻ പോയിന്റിൽ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ എന്താ, ഈ കമന്റ് ഒക്കെ അടിച്ചിരിക്കും അതിന്റെ ഇടയിൽ. പക്ഷെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവന്മാർ എന്ത് ചെയ്യും, ബാക്കിയുള്ളവന്മാർ ചിലപ്പോൾ മനസ്സിലാക്കണ്ടോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമാണ് പോയിന്റ് ആവുക. അപ്പൊ നിങ്ങൾ ആ ഒരു ലൈനിലേക്ക് കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ളവന്മാർ നിങ്ങളിട്ട് ചാടിക്കും ചെയ്യും. കഴിഞ്ഞ വർഷം നമ്മൾ കുറെ പറഞ്ഞാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവരും കൂടി പറയണം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതായത് ചോദിക്കുക. അല്ലാതെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു നോക്കോട്ടെ, ഇതൊന്നും എനിക്ക് പറ്റിയ സാധനമല്ല, ഞാൻ വേറെ വലിയ മറക്കണ സാധനങ്ങൾ കൊണ്ടുവരും, അതൊന്നും കൊണ്ടുവരാൻ പോകില്ല, ഇത് പഠിക്കുന്ന കാര്യമാണ് പറയുന്നേട്ടാ, വേറെ വല്ലതും കൊണ്ടുവരാൻ പോകണ്ട, വേറെ ഒന്നും കൊണ്ടുവരാൻ പോകണ്ട. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നാലും ഇത് മുന്നോട്ട് പോകുമ്പോൾ സെക്കൻഡ് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിന്റെ ന്യൂമറൽസ് ചെയ്യാനുണ്ട്. ഇത് സംശയം എന്ന് ചോദിക്കാൻ പറഞ്ഞ, പ്രത്യേകിച്ച് സെക്കൻഡ് ഇയർ, പ്രത്യേകിച്ച് മാത്സ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മള് ലോഗരിതം ചെയ്തു തുടങ്ങി അല്ലേ. ആ കണക്കിന്റെ സ്ട്രക്ചർ പോണാണ്ട ആണോ, ഓരോ സെക്ഷൻ ആയിട്ട് നമ്മൾ എത്ര മിനിറ്റ് എടുത്തിട്ടാണ് കണക്ക് ചെയ്ത് തീർത്തേ? 25 മിനിറ്റ് എടുത്തിട്ട് ഒരു കണക്ക് ചെയ്ത് തീർത്തേ, ശരിയല്ലേ? എക്സാമ്പിൾ 30-31 അങ്ങോട്ട് 25 മിനിറ്റ്സ് എടുത്തു. അന്ന് എത്ര കണക്ക് ആകെ ചെയ്തോളൂ? 2 കണക്ക് ആകെ ചെയ്തോളൂ. അങ്ങനെ വേണമെങ്കിൽ പ്രസ്ഥാനം കൊണ്ടുപോകും അവസാനം വരെ. അത് ടൈറ്റ് ആവും ലാസ്റ്റ് ആകുമ്പോൾ. അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പോയില്ലെങ്കിൽ എവിടെയെങ്കിലും പൊട്ടി. ഇപ്പൊ ഈ ഡിഫറൻഷിപ്പ് നാളേക്ക് ചെയ്തുകൊണ്ടാൽ മതി. എന്താ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യിപ്പിക്കണേ? അപ്പോൾ നിങ്ങൾക്ക് നല്ല എന്താവുള്ളൂ, പ്രാക്ടീസ് ആവുള്ളൂ. അത് കറക്റ്റായിട്ട് സംശയങ്ങൾ ക്ലിയർ ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ട് പോയില്ലെങ്കിൽ പിന്നെ പൊട്ടും. എത്ര പാഠം ഓടാണ്ട്? 5 പാഠം ഓടാണ്ട്. 5 പാഠം ഓടാണ്ടെന്ന് മാത്രമല്ല, നമ്മളിപ്പോ ഫിസിക്സ് ചെയ്തു. ഫിസിക്സ് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ 3 ഡെറിവേഷൻസ് എന്ത് വെച്ചിട്ടാ ചെയ്തേ? ഇന്റഗ്രേഷൻ വെച്ചിട്ട് ചെയ്തേ അല്ലേ? എല്ലാം കറക്റ്റായി. കെമിസ്ട്രിയിൽ ഇപ്പൊ എത്ര ചെയ്തു? 2ാമത്തെ ഡെറിവേഷൻ അല്ല ഇന്റഗ്രേഷൻ വെച്ച് കാരണം ഇതെല്ലായിടത്തും വന്ന് കയറും. അപ്പൊ ഈ സാധനം ഒന്നും എന്താ, ഒരു ഐഡിയ ഉണ്ടാവില്ല. മനസ്സിലാവണ്ട? മാലപ്പടക്കം പൊട്ടണ പോലെ പൊട്ടണ്ട. പിന്നെ എന്തുണ്ടാവാന്ന് അറിയും. പിന്നെ അങ്ങനത്തെ ക്ലാസ്സിലൊക്കെ വന്നിരിക്കുമ്പോൾ, കാൽക്കുലസിന്റെ ക്ലാസ്സിലൊക്കെ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ഈ സാധനം.
ചെയിൻ റൂളൊക്കെ പോയി. പിന്നെ എന്തുണ്ടാവുക? പിന്നെ നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യുക, വെറുതെ എന്നെ കുച്ചിച്ചുകൊണ്ടിരിക്കുക, ഇയാൾ എന്ത് കാണിച്ചോട്ടെ എന്നുള്ള രീതി, മനസ്സിലായ? അല്ലെങ്കിൽ പിന്നെ പിന്നെ ഒരു കാര്യം തന്നെ ഉള്ളൂ, അതിനെ നിങ്ങളോട് പറ്റുള്ളൂ. പിന്നെ അടിയിൽ നിന്ന് പൊക്കിക്കൊണ്ടല്ലേ എളുപ്പമാണോ? അടിയിൽ നിന്ന് പൊക്കിക്കൊണ്ടല്ലേ എളുപ്പമല്ല, മനസ്സിലായ പറഞ്ഞത്? ഇപ്പൊ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് ഒരുപാട് ക്ലാസ് കണ്ട് തീർക്കണ്ട ഇല്ല, മനസ്സിലാവണ്ട? ക്ലാസ് ലേറ്റ് ആയി എല്ലാം തീർത്താ, അത് ഡിഫറൻഷ്യല് കുറെ പേരതിന് ശേഷം വന്നില്ലേ, നിങ്ങൾക്ക് തീർത്താ ശരിക്കും കണ്ടുണ്ടോ? ക്ലാസ് ഒക്കെ ഡിഫറൻഷ്യലൊക്കെ ഉണ്ടായിരുന്നോളൂ അല്ലെ തുടങ്ങുമ്പോ. അപ്പൊ ഇത് ബ്ലോക്ക് ആവും. അതുകൊണ്ട് പറഞ്ഞപ്പോ എന്ത് സംശയം ഉണ്ടെങ്കിൽ, ഏത് സ്റ്റെപ്പ് സംശയം ഉണ്ടെങ്കിലും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ചോദിക്കുക. വെറുതെ അവിടെ കൊച്ചിച്ചോ അല്ലെങ്കിൽ മണ്ടന്മാരായിട്ട് ഇരിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്തിട്ട് ഇരിക്കും. ഇവിടെ കിട്ടുന്ന കാര്യം കറക്റ്റ് ചോദിക്കുക, എന്നിട്ട് മുന്നോട്ട് പോകോളൂ. ഇക്വേഷൻ 4 ൽ 3 ൽ കൊടുക്കാം. അപ്പൊ എന്താ വരിക? റീഡ് ചെയ്തേ, ഇക്വേഷൻ 3 റീഡ് ചെയ്തേ. ln a is equal to minus kt plus എന്താ ln a0. എന്താ വരിക? പ്ലസ് ln a0. കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, k ആക്കണം. ഈ സാധനത്തിന് അല്ല, ഈ മൈനസ് കെട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, പറയേ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ അത് എന്ത് കിട്ടിയാവും? പ്ലസ് കെട്ടിയാവും, ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ആരുണ്ട്? ln a0. ln a നെ കൊണ്ടുപോവാ, അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ അതെന്താവും? മൈനസ് ln a. അപ്പൊ kt ഈക്വൽ ടു ഫൈനൽ ഇക്വേഷൻ ആക്കിയിട്ടാ മതി. ഇത് കണ്ടിട്ട് വല്ലതും തോന്നില്ല. ln a0 മൈനസ് ln a എന്തെന്നാക്കാം? ആരെങ്കിലും പറഞ്ഞേ, a ബൈ വായിച്ചത് ലോഗ് a ലോഗ് b എന്താ? അപ്പൊ എന്താ? ലോഗ് a0 മൈനസ് ലോഗ് a, ലോഗ് a0 ബൈ a. ലോഗ് എന്നല്ല എല്ലാവരും ലോഗ് വായിക്കാൻ കുഴപ്പമില്ല. അപ്പൊ ലോഗ് a0 ബൈ a ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഈ റൂള് നമ്മള് കാൽക്കുലേഷനിൽ നോക്കിയില്ലേ? ലോഗ് a മൈനസ് ലോഗ് b ആരാ? ലോഗ് a ബൈ b. ഇതിന്റെ ഭാഷ എന്നുള്ളതിന് ലോഗ് വായിച്ചത് മാത്രം നോക്കണ്ട, അത് ലോഗാക്കാൻ നോക്കി. ഈ ln നമുക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ? ഇത് വേണ്ട, നമുക്ക് തന്നെ മതി, ലോഗ് തന്നെ മതി. അപ്പൊ ഈ ln നാച്ചുറൽ ലോഗരിതാണ് വരുന്നത്. അതിന് നമുക്ക് ബേസ് എത്രയാക്കണം? 10 ആക്കണം. അതിനൊരു റിലേഷൻ ഉള്ളത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, തിരക്കൂട്ടല്ലേ ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പൊ ln a ആണെന്ന് കരുതുക. ln a എന്ന് പറഞ്ഞാൽ 2.303 log a ആണ്. ഇതാണ് അടുത്ത റിലേഷൻ. നോക്കിയത് എന്താ? ln a അത് ഈക്വൽ ടു ആരാ? 2.303 log a. log എന്ന് പറയുമ്പോൾ ബേസ് എത്രയാ? ബേസ് എത്രയാ? 10. അപ്പൊ ഇതൊന്ന് മാറ്റിയേ, kt ഈക്വൽ ടു മാറ്റി പറയടാ, എത്രയാ? 2.303 ln പകരം ആരായി? ലോഗായി a0 ബൈ a. അപ്പൊ k എന്താ വരിക? k ഈക്വൽ ടു t അങ്ങോട്ട് കൊണ്ടോട്ടെ, ഇതിവിടെ ശ്രദ്ധിക്ക്, എന്നിട്ട് എഴുതാം. t അങ്ങോട്ട് കൊണ്ടോട്ടെ. അപ്പൊ എന്താ വരിക? 2.303 ബൈ t ലോഗ് a0 ബൈ a. ഇതാണ് എന്ത്? ഏത് ഓർഡറാ? എടാ മക്കളെ, ഏത് ഓർഡറാ? ഫസ്റ്റ് ഓർഡറിന്റെ എന്ത് കാണാനുള്ള ഇക്വേഷൻ? എന്ത് കാണാനുള്ള ഇക്വേഷൻ? നേരത്തെ സീറോ ഓർഡറിന് ഇതാണോ വന്നേ? അല്ലല്ലോ, ഒരു സാധനം ഫസ്റ്റ് ഓർഡറിന്റെ വ്യത്യാസമല്ലേ? അപ്പൊ ഒരു മിനിറ്റ് എഴുതാൻ പറ്റേ സമയമായി? സമയം എന്തായി? കുറയാ ഇല്ലല്ലോ. ശ്രദ്ധിക്കും, ഇത് മാത്രമല്ലോ, വേറെ ഒന്നും ചെയ്യില്ല. ഇതിന്റെ ഗ്രാഫ് വരച്ച് നിർത്താം. ഇവിടെ ശ്രദ്ധിച്ചേ, എന്തുകൂടെ ചെയ്തേ നമ്മള്? എല്ലാം മൈനസ് കേട്ടി, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി, അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ മൈനസ് ആയി. ശ്രദ്ധിക്ക്, മൈനസ് കേട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ എന്തായി? പ്ലസ് കേട്ടി ആയി. ലോഗ് എ മൈനസ് ലോഗ് ബി എന്താ? ലോഗ് എ ബൈ ബി. ആ കൺസെപ്റ്റിലാണ് ln a0 മൈനസ് ln a നമ്മൾ എങ്ങനെ എഴുതിയത്? ln a0 ബൈ a എഴുതിയത്. പിന്നെ എക്സ്പോണൻഷ്യൽ ബേസ് ഉള്ള സാധനത്തിന് 10 ബേസ് ആക്കാനുള്ള കണക്ഷൻ എന്താ? ln a ഈക്വൽ ടു 2.303 ലോഗ് a ആണ്. അപ്പൊ ln ഈ സാധനത്തിന് ലോഗിലേക്ക് ആക്കാൻ മുന്നിൽ എത്ര ഇട്ട് കൊടുത്തു? ലോഗിന്റെ 2.303. അതാണ് തീരെ ഇങ്ങോട്ട് ചാടിച്ചു, ഇങ്ങോട്ട് ചാടിച്ചു. ഇനി ഇതിന്റെ എന്ത് വരയ്ക്കണം? ഗ്രാഫ് വരയ്ക്കണം. അത് നമുക്ക് നോക്കാം. ഇത് വരെ അവസാനിപ്പിച്ചപ്പോ സമയം എന്തായി? വേഗമായി. അപ്പൊ ഫസ്റ്റ് ഓർഡർ ഹാഫ് ലൈഫ് നാളെ നോക്കാം. ഹാഫ് ലൈഫ് കൂടെ കഴിയുന്ന വിചാരിച്ച് ഹാഫ് ലൈഫ് നാളെ വരുമ്പോ എല്ലാവരും കാൽക്കുലേറ്റർ കൊണ്ടുവരണം കേട്ടോ. നാളെ അപ്പൊ കാൽക്കുലേറ്റർ കൊണ്ടുവരണം കേട്ടോ. നോട്ട് എഴുതി പഠിക്കാൻ കൊണ്ടുവരാമെന്ന് നാളെ തരുള്ളൂ. അത് അവിടെ എടുത്തിട്ട് കാൽക്കുലേറ്റർ കൊണ്ടുവരണം കേട്ടോ. കാൽക്കുലേറ്റർ കൊണ്ടുവന്നില്ല 1/2 മണിക്കൂർ നിൽക്കേണ്ടി വരും കേട്ടോ. കാൽക്കുലേറ്റർ ഹാഫ് അവർ കേട്ടോ.
അടി വേണ്ട അയ്യ കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടാകുന്ന തല്ലി എന്നൊക്കെ പറഞ്ഞു. അടി മതി, അടി വേണ്ട. ഞാൻ ജയില് പോകാനല്ല അവസാനം. ആവശ്യമുള്ള കേസിന് അടിക്കാം, അനാശായിട്ട് അടിക്കേണ്ട കാര്യം. അരമണിക്കൂർ നിൽക്കണം കേട്ടാ. കാൽക്കുലേറ്റർ അരമണിക്കൂർ നിൽക്കണമാണോ ഇത്ര ബുദ്ധിമുട്ട്? ഞാൻ നിൽക്കണ ഒറ്റന്നപ്പോ നിൽക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാന്നാണ് അല്ലേ? അധികം എന്താ നേരം വൈകുന്നത്? ബസ് കിട്ടിയില്ലാന്നാ? എന്തേ ബസ്സായിരുന്നു നിർത്താത്ത ഇപ്പൊ? നിങ്ങൾ ഫുൾ ചാർജ് അല്ലേ കൊടുക്കണേ? പിന്നെന്താ? ആര്? ഓ അപ്പൊ നമ്മള് മാത്രമുള്ളൂ പോയി. ഞാൻ നിർത്താൻ പറഞ്ഞു നിർത്താൻ വെച്ച് കഴിഞ്ഞാൽ നാളെ എന്നടാ എല്ലാരോടും പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളെന്നെ ഞാൻ പറഞ്ഞ് കേൾക്കണില്ല. പിന്നെയല്ലേ ബസ് പറ്റില്ല. അവസാനത്തെ ചെയ്യും. ഇത് 3 times നാളേക്ക് എഴുതുക കേട്ടോ. അന്ന് 2 times മതി പോരെ. 0 ഓർഡർ എത്ര മതി? 2 times മതി. ഫസ്റ്റ് ഓർഡർ 2 times, രണ്ടും പ്രശ്നിച്ചു. എന്തായി കഴിഞ്ഞ ഐഡിയ മനസ്സിലായ? ഇത് ശ്രദ്ധിച്ചേ, ഈ 2 ഡെറിവേഷൻസില് ശ്രദ്ധിക്കും തിരിച്ചു വരിക. 2 ഡെറിവേഷൻസും ആക്ച്വലി സെയിം അല്ല എന്ന് ആലോചിക്കുക. ഫ്രെയിം സെയിം അല്ലേ? ആണോ? ഇവിടെ ശ്രദ്ധിക്കേ, ബേസിക് ഫ്രെയിം സെയിം അല്ലേ 2 ഡെറിവേഷനിലും? ഇതിപ്പോ സീറോ ഓർഡർ ആണെങ്കിൽ എന്താ ഇവിടെ എത്ര വരും? 0. ഈ ടേം ഇത് സെയിം തന്നെ. ഇവിടെ ഈ ടേം ഉണ്ടാവും, ഈ ടേം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഈ ടേം ഉണ്ടാവില്ല, ഇവിടെ ഈ ടേമിൽ ഇവിടെ ഉണ്ടാവില്ല. ഈ ഡിഫറൻഷ്യലിന്റെ അവിടെ എന്ത് വരും? ഡി എ മാത്രം വരും. ഏത് മാത്രം വരും? എ മാത്രം വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഡി സെയിം സാധനല്ലേ ചെയ്തേ? അപ്പൊ അവിടെ സി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് A0 മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബേസിക് ഫ്രെയിം രണ്ടിടത്ത് എന്താ? സെയിം അല്ല, രണ്ടും ഒരേ ലൈനിൽ പോകുന്ന ഡെറിവേഷൻ, 2 സ്ട്രക്ചർ അല്ല. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്താൽ ചെയ്യാൻ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാവും. ഇനി ഇത് ഗ്രാഫ് ആക്കിയിട്ട് ഇറങ്ങാം. ഗ്രാഫ് ആക്കാൻ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? തൽക്കാലം ഇത് മാറ്റിണ്ട്. LOGD ആണ് നമുക്ക് വേണ്ടത്. A0 by the integrated order second. അപ്പൊ കാര്യം ഗ്രാഫ് നേരിട്ട് വരച്ചാൽ മതി. ഇതോട്ട് വരച്ചു. log A0 ആണ് വേരിയബിൾ എടുക്കുന്നത് കേട്ടോ. log A യും ടൈം അത് വരച്ചേ. ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് വെച്ചേ. log കോൺസെൻട്രേഷൻ ഓഫ് A യും y ആക്സിസിൽ അല്ല x ആക്സിസിൽ എന്താ? ടൈം വരച്ചു വെച്ചു. നെഗറ്റീവ് സ്ലോപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ. സ്ലോപ്പിന്റെ വാല്യൂ വരുന്നത് -k/2.303 ആണ്. ഇതിനെ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരാം. നേരെ വരച്ച് വെച്ചാൽ മതി, കുഴപ്പമില്ല. എക്സ്ട്രാപോളേറ്റ് ചെയ്താ ഇവിടെ വന്ന് മുട്ടും. ആ മുട്ടണ പോയിന്റ് ഏതാ? മറ്റോടത്ത് A0 ആയിരുന്നു, ഇവിടെ എന്താ വരിക? log A0. വേണമെങ്കിൽ എന്റെ ഇക്വേഷൻ ഒന്നും ചെയ്തിട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞ ആവശ്യമുള്ളതല്ല. എന്നാലും അത് മതി, ഇത് മതി. ചെറിയൊരു പോയിന്റ് എഴുതി വെച്ചേ. കാൽക്കുലേറ്റ് ചെയ്യാലോ. അപ്പൊ പിന്നെ പ്രോബ്ലം ചെയ്യും. അപ്പൊ 2 കാര്യമുള്ളൂ. നാളെ വരുമ്പോ എന്ത് ചെയ്യണം? മാത്സ് ചെയ്ത് കൊണ്ടുവരണം. പ്ലസ് നാളേക്ക് കെമിസ്ട്രി ഒന്ന് ചോദിക്കണം. ഇല്ല, അധികമൊന്നും ഇല്ല, കുറച്ച്. എന്താ നോക്കുന്നില്ലേ? ഒറ്റ കാര്യം മതി. ഓർഡറിന്റെയും വോളിയത്തിലായിട്ട് ടേബിൾ എഴുതി തന്നില്ലേ? ഇതെല്ലാം ഉണ്ടല്ലോ. ആ ടേബിളിൽ 2 സൈഡിൽ എത്ര പോയിന്റ് എഴുതാം? 5 പോയിന്റ്. അത് ചോദിക്കാം. വേറെ മാത്സ് ചെയ്ത് പഠിച്ച് കൊണ്ടുവരണം കേട്ടോ. ചെയ്ത് പഠിച്ച് നിർബന്ധമായിട്ടും കൊണ്ടുവരണം കേട്ടോ. നാളെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല കേട്ടോ. അതുപോലെ എന്ത് കൊണ്ടുവരണം? ശ്രദ്ധിച്ചേ, എന്ത് നിർബന്ധമായിട്ടും കൊണ്ടുവരണം? കാൽക്കുലേറ്റർ ഗ്രൂപ്പിൽ ഓർമ്മിപ്പിക്കാം. നിർബന്ധമായിട്ടും കൊണ്ടുവരണം കേട്ടോ. ആ, വേറെ